ഗുഡ് ഈവനിങ്. നാട്ടിൻ ന്യൂസ് വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ രണ്ടാമത്തെ പാർട്ടാണത്, ബിസിനസ് സ്ട്രാറ്റജീസ് പാർട്ട് 2. പ്രധാനമായും സെയിൽസ് സ്ട്രാറ്റജിയെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് സുദീപ് സാറാണ്. സാറ് കോട്ടയം എംഎസ് കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസറാണ്, IIM അലുമിനിയാണ്, കോർപ്പറേറ്റ് ട്രെയിനറാണ്. തീർച്ചയായിട്ടും ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത ഓരോ ടോപ്പിക്കും വളരെ ശ്രദ്ധയോടെ ജീവിത അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങളെ എവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പദ്ധതിയോടുകൂടി സുദീപ് സാറിനെയും ഞാൻ ക്ഷണിക്കുകയാണ്. സുദീപ് സാർ, വെൽക്കം. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. ആദ്യമായിട്ട് എല്ലാവർക്കും ഇന്ത്യയുടെ ഒരു റിപ്പബ്ലിക് ഡേ ആശംസിക്കുന്നു. ആ ദിവസം തന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് സാബു സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പം നമ്മളൊരു സീരീസ് ഓഫ് ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ്ങിനേക്കാൾ ഉദ്ദേശിച്ചത് ഡിസ്കഷൻ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന വാക്ക് ഉപയോഗിക്കാൻ. ഇന്ററാക്റ്റീവ് സെഷൻസ്, അതായത് സ്ട്രാറ്റജീസ് ഇൻ ബിസിനസ് നമ്മുടെ വലുതാക്കാൻ അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സെയിൽസ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം എനിക്ക് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓണ്ടർപ്രനറിയൽ ഡെവലപ്മെന്റിൽ ഒരു 1 ഡേ സെഷൻ ഉണ്ടായിരുന്നു, സെയിൽസ് മാത്രമായിരുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ ആ സെയിൽസിന്റെ ഒരു എഫക്ട് എടുത്തതിന്റെ ഒരു എഫക്ട് പോകുന്നതിന് മുമ്പ് പിന്നെ സെയിൽസ് തന്നെ അങ്ങ് എടുക്കാം. ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു ഡിസ്കസ് ഓൾസോ. അപ്പൊ അതിനകത്തൊരു ഏകദേശം 35 ഓണ്ടർപ്രനേഴ്സ് ജോയിൻ ചെയ്ത പ്രോഗ്രാമില് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സെയിൽസിന് ഒരു മെത്തേഡ് ഓഫ് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു നമ്മളിപ്പം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സെയിൽസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടേതായ നാച്ചുറൽ ആയിട്ടുള്ള കഴിവാണ് നമ്മൾ ഒരു സെയിൽസിന് സ്ട്രാറ്റജീസ്. ചിലപ്പം പോകുന്ന വഴിക്ക് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ ടൈം ഇട്ടൊക്കെ നേരത്തെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് പോയി മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ചിലതാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തോണ്ട് പോയി അല്ലെങ്കിൽ സെല് ചെയ്യുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ കസ്റ്റമറിനെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഓഫീസിലോട്ട് വിളിച്ചിട്ട് ഡെമോ കാണിച്ചിട്ട് സെയിൽസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെയിൽസ്. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിച്ചു, കാരണം ഒരു ഫിസിക്കൽ ഓഡിയൻസ് ആയതുകൊണ്ട് ഈ 35 പേരുടെയും പ്ലസ് കീഴിലുള്ള ആൾക്കാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയാവുന്ന സ്ട്രാറ്റജീസ് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കര ഡിസ്കഷനാണ്, അത് ബ്രെയിൻ സ്ട്രോമിംഗ് ആണ്. 35 പേരുടെ ഡിസ്കഷനിൽ നമുക്ക് ധാരാളം ഇഷ്ടം പോലെ സ്ട്രാറ്റജീസ് ഓരോന്നും വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏകദേശം 50 കൂടുതൽ സ്ട്രാറ്റജീസ് ഏകദേശം നമ്മൾ 35 പേര് 50 പേര് കൂടുതൽ മെത്തേഡ് ഓഫ് സെയിൽസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മെത്തേഡ്സ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഏകദേശം നമ്മൾ സെല്ല് ചെയ്യാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, ഇത്രയും സ്ട്രാറ്റജീസ് എഴുതിയിട്ടുണ്ട് നമ്മൾ പേപ്പറിനകത്ത് എടുത്തിട്ട്, ഇത്രയും സ്ട്രാറ്റജീസ്. ഇതിൽ എത്ര സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്? ഒരു ബിസിനസ്സിന് വേണ്ടി നമുക്ക് ഇത്രയും സ്ട്രാറ്റജീസ് അറിയാം അല്ലെ? സ്ട്രാറ്റജീസ് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് സെയിൽ ഉണ്ട്, ഇൻഡയറക്റ്റ് സെയിൽ ഉണ്ട്, പിന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. പണ്ടത്തെ കാലത്ത് നോട്ടീസ് അയക്കുമായിരുന്നു, ലെറ്റർ അയക്കുമായിരുന്നു, പിന്നെ നോട്ടീസ് വെച്ച് അയക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ സ്ട്രാറ്റജീസ് ഉണ്ട്. പിന്നെ 1 to 1 ഉണ്ട്. ആൾക്കാർ പറഞ്ഞിട്ടില്ല, ഒരു ലീഡ് പറഞ്ഞിട്ട് പോകായിരിക്കും, ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ ബിസിനസ് കിട്ടുമായിരിക്കും. ചിലർ പറഞ്ഞു, സാബു സാർ പറയാണ്, സുദീപ് സാർ എന്നാ പിന്നെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്, സാർ അങ്ങോട്ട് പോയാൽ മതി ബിസിനസ് കിട്ടും. അപ്പൊ റെക്കമെൻഡേഷൻ, റെഫറൽസ് അല്ലെ, അതിൽ കൂടെ ബിസിനസ് കിട്ടും. പ്രത്യേകിച്ച് നമുക്ക് സെല് ചെയ്യേണ്ട കുഴപ്പമില്ല, കാരണം ഓൾറെഡി സംബഡി ഹാസ് ടോൾഡ് ആൻഡ് ഇൻഫോംഡ്. പിന്നെ 1 to 1 രീതിയിൽ നമുക്ക് സെല് ചെയ്യാം. 1 to many, ഒരു വലിയൊരു ഒരു പബ്ലിക്കില് പല കണ്ടിട്ടുണ്ടല്ലോ, ആക്ഷനിൽ നമ്മള് സിനിമയിലായാലും നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ ചെയ്ത്, എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ട് ജോയിൻ ചെയ്യാം. ചിലപ്പോൾ 100 പേര് ജോയിൻ ചെയ്യും, 50 പേര് 1 to many ആയിട്ട് ജോയിൻ ചെയ്യാം. എക്സിബിഷനിൽ ധാരാളം ആൾക്കാർ നിങ്ങളുടെ പ്രൊഡക്റ്റ്, സർവീസ് എക്സിബിറ്റ് ചെയ്തതിന് ശേഷം ധാരാളം ആൾക്കാർ അന്ന് നിങ്ങളുടെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള സെയിൽസ്, ഓഫേഴ്സ്, സ്പെഷ്യൽ ഓഫർ, ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നമ്മുടെ റിയൽ കണ്ടന്റ് വരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് സ്ട്രാറ്റജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പേപ്പറും യാത്രയിലല്ലെങ്കിൽ പേപ്പറും പെന്നും ഉണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ ഒന്ന് എഴുതുക. പിന്നെ ക്രോസ് സെല്ലിംഗ് ഉണ്ട്, അപ്സ്കെല്ലിംഗ് ഉണ്ട്,
പിന്നെ പ്രീ ലോഞ്ച് സെയിൽസ് ഉണ്ട്. ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, ഇപ്പൊ ഒരു എന്താ പറയുന്ന ഒരു വാഹനം ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ 6 മാസം മുമ്പ് ലോഞ്ച് ചെയ്യുന്ന ചില, എനിക്ക് തോന്നുന്നു മാരുതിയുടെ ചില വെഹിക്കിളൊക്കെ 1 വർഷം വരെ കാത്തിരുന്ന് പൈസ അടച്ചിട്ട് 10,000 രൂപയോ 1,00,000 രൂപയോ ഒക്കെ അടച്ചിട്ട് വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ കോർപ്പറേറ്റ് സെയിൽസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസ് ഉണ്ട്, ഷോറൂം സെയിൽസ് ഉണ്ട്, ഫീൽഡ് സെയിൽസ് ഉണ്ട്, ഗീവ് അവേ സെയിൽസ് ഉണ്ട്, ഇൻഹൗസ് സെല്ലിംഗ് ഉണ്ട്, വെർച്വൽ സെല്ലിംഗ് ഉണ്ട്, ഇനി സ്ട്രീറ്റ് സെല്ലിംഗ് ഉണ്ട്, ക്യാമ്പയിൻ ചെയ്ത സെല്ലിംഗ് ഉണ്ട്, ഇനി ക്യാമ്പ്സ് നടത്തി, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി സെല്ല് ചെയ്യാം. പിന്നെ എങ്ങനെ വേണേലും ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞതാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ബിസിനസ്സിൽ എന്തെല്ലാം സ്ട്രാറ്റജീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാന് ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്താണെങ്കിലും വീണ്ടും റിലവന്റ് ആയതുകൊണ്ട് ഞാൻ ഇത് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സെല്ല് ചെയ്യാൻ തക്കോണം 50 സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് 50 സ്ട്രാറ്റജീസ് എനിക്കറിയാം സെയിൽസ് ചെയ്യാനുണ്ട്. ഇതിൽ എത്ര സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്? ഇത്രയും സ്ട്രാറ്റജി എനിക്ക് അറിയാമായിട്ട് പോലും എനിക്ക് ഉപയോഗിക്കാനുള്ള സമയമില്ലായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ വേറൊരു സെഷൻ എടുത്ത ഒരു തിയറിയാണ് ഞാൻ വീണ്ടും പറയാൻ പോകും. അത് ഇതിനകത്ത് റിലവന്റ് ആയതുകൊണ്ട് പറയാം. ഇതിന്റെ പേരാണ് കോസ്റ്റ് ഓഫ് നെഗ്ലിജൻസ്. വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, യു ഹാവ് എ പൊട്ടൻഷ്യൽ ടു സെൽ 50 kind of methods to sell your product or services, whereas you used only 10 methods to sell it. ക്ലിയർ ആണല്ലോ? നിങ്ങളുടെ പക്കൽ 50-ലധികം സെല്ല് ചെയ്യാനുള്ള സംഗതികളുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുമായിട്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റുമായിട്ട് ചിലപ്പം എന്താ പറയുന്നത്, കമ്പയർ ചെയ്യുമ്പോൾ കാറിന്റെ സെയിൽസ് പക്ഷെ നിങ്ങൾക്ക് ഒക്കത്തില്ലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന 50-ലധികം സെയിൽസ് മെത്തേഡ് ഉണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ 20 എണ്ണമേ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 10 എണ്ണമേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 50 മൈനസ് 10 which you are using it. That means your cost of negligence is 40. ആ 40 നിങ്ങൾ 40ന്റെ പകുതിയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടിയ ബിസിനസിനെക്കാട്ടിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ കിട്ടുമായിരുന്നു എന്നുള്ളൊരു അനുമാനത്തിൽ വരും. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും എന്താ പറയുന്നത്, ഇന്നത്തെ ഒരു സെഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാണ്. ഒരു സെക്കൻഡ്. സ്ക്രീൻ വിസിബിൾ ആണല്ലോ? കാണാമല്ലോ? കാണാം. അപ്പം നമ്മള് സെയിൽസ് സ്ട്രാറ്റജീസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം സിമ്പിൾ ആയിട്ടുള്ള 3 ടിപ്സ് ആണ് ഞാൻ പറയാൻ ഇന്ന് ഉദ്ദേശിച്ചത്. ഇപ്പം ആർക്കെങ്കിലും നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അപ്പൊ ഇന്ററാക്റ്റീവ് സെഷൻ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഈ 3 ടിപ്സ് നമ്മൾ പറയും. ബിക്കം എ സെയിൽസ് സൂപ്പർ സ്റ്റാർ. ഒരു സെയിൽസിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിങ്ങൾ മാറണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ 3 സ്ട്രാറ്റജീസ് നമ്മളൊന്ന് ടിപ്സ് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഐഡന്റിഫൈ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതാണ് വലിയ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു കാര്യം തന്നെയാണ്. റൈറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ ഒരു പ്രോബ്ലം കാണുമ്പോൾ, അല്ലെ? നിങ്ങൾ ആൾക്കാരെ ചുമ്മാതെ ഒബ്സർവ് ചെയ്ത, ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ പീപ്പിൾ. ആൻഡ് എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണും, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ആൾക്കാർക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അനുയോജ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സെക്കൻഡ്, ഞാൻ സ്ലൈഡിന്റെ ഒരു അപ്പം ഞാൻ പറയാൻ വന്ന ഇതായിരുന്നു. ഈ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പം റൈറ്റ് ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു നീഡ് ടു ഫോക്കസ് ഓൺ ദ പീപ്പിൾ യു ആർ ലിവിങ്. നമ്മൾ ജീവിക്കുന്ന ആ ചുറ്റുപാടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണും കാതും ഒന്ന് തുറന്നു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. അതെങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടും? അപ്പൊ ഒരു പ്രോബ്ലം കാരണമല്ലോ. അപ്പൊ ഐഡന്റിഫൈ ദ പ്രോബ്ലം വിച്ച് യു വാണ്ടഡ് ടു സോൾവ്.
അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിത്തലപ്പള്ളിക്ക് ആ സമയത്ത് വി ഗാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്റ്റെബിലൈസർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹി ഐഡന്റിഫൈ എ പ്രോബ്ലം. അന്നത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ പ്രോബ്ലം ആയിരുന്നു. ആ വോൾട്ടേജിന്റെ പ്രോബ്ലം അന്ന് സ്റ്റെബിലൈസർ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പുള്ളി അതിനെ ഓപ്പർച്യൂണിറ്റിയെ, ആ പ്രോബ്ലത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് പുള്ളിക്ക് ഒരു ബിസിനസ് ഇടാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഇടയിൽ പ്രോബ്ലംസ് ഇഷ്ടം പോലുണ്ട്. ആ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് വ്യത്യസ്തമാണ്. ഇനി ഞാൻ ഒരു ഉദാഹരണോടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രഷ് ആൻഡ് ഹോംസിലെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞൊരു കഥയാണ്. പുള്ളി എന്താ പറയുന്നത്, ഞാൻ ആ സ്ഥലത്തിന്റെ പേര്, വയലാറ് അപ്പുറത്തെ സൈഡ്, വയലാറിന്റെ മണ്ണിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഓളങ്ങളെ കണ്ടു, ഓളങ്ങൾ താളം തല്ലുമ്പോൾ നിന്ന് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ഓളത്തിനടിയിലുള്ള മത്സ്യങ്ങളെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർ കാണുന്ന പ്രോബ്ലത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പല രീതിയിലാണ്, പല മെത്തേഡ്സിലാണ്. ആ ഓളങ്ങളെ കണ്ടിട്ട് അദ്ദേഹത്തിന് പാട്ട് എഴുതാൻ തോന്നുമെങ്കിൽ, ഈ ഓളങ്ങളെ കണ്ട മത്സ്യങ്ങളെ കണ്ടിട്ട് മത്സ്യത്തിന്റെ ഒരു ബിസിനസ് നടത്താൻ വേറൊരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ദ ഓപ്പർച്യൂണിറ്റി ഈസ് വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഇടയിൽ തന്നെ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. അതിന്റെ ഓപ്പർച്യൂണിറ്റിയെ ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഐഡന്റിഫൈ the right opportunity. How to identify right opportunity is to identify the problem which you wanted to solve. എല്ലാവർക്കും മീൻ കിട്ടണം എന്നുള്ളൊരു പ്രോബ്ലം സോൾവ് ആണ്. അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഐഡന്റിഫൈ ദ സൊല്യൂഷൻ വിച്ച് ദ വേൾഡ് ഇസ് ലുക്കിംഗ്. മറ്റുള്ളവര് ഫ്രഷ് ആയിട്ടുള്ളൊരു മീൻ കിട്ടിയിരുന്നെങ്കിൽ, ഒരു മീനൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്, അത് ഫോർമാലിൻ കിടക്കുകയാണ് ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. ആ സമയത്താണ് നിങ്ങൾ പറയുന്ന ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നു എന്ന്. സോ ഇതാണ് മറ്റുള്ള ലോകം ആഗ്രഹിക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും. എന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക, അത് ഏത് പ്രോബ്ലത്തെയും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ, ഐഡന്റിഫൈ ഹൗ ദ വേൾഡ് നീഡ് ടു ഹാവ് എ സൊല്യൂഷൻസ് ടു ബി ഡെലിവേർഡ്. ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ എങ്ങനെ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ്. എങ്ങനെ ഡെലിവറി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മീൻ പിടിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചന്തയിൽ പോയി മീൻ വാങ്ങുന്ന പോലെ. അതിനെ എങ്ങനെ സ്ലൈസ് ചെയ്ത് ക്ലീൻ ആക്കി, എന്താ പറയുന്നത്, എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ ഡെലിവർ ചെയ്യുമ്പോഴാണ് ഇറ്റ്സ് മേക്സ് ദ പീപ്പിൾ ഹാപ്പി. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഡബിൾ വില കൊടുത്താലും അത് വാങ്ങാനുള്ള how to be delivered. You need to identify the solution. Not only പ്രോബ്ലത്തിന് മാത്രമുള്ള സൊല്യൂഷൻ അല്ല, ഇനി ഡെലിവർ ചെയ്യുന്ന രീതിയിൽ പാക്കേജിങ്, പ്രൊഡക്റ്റ്, വിസിബിലിറ്റി എല്ലാം അതിൻ്റെതായ ശൈലിയിൽ, അതിൻ്റെതായ പുതുമയിൽ ചെയ്യുമ്പോഴാണ് യു ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ഫൈനലി, ഐഡന്റിഫൈ ദ സെയിൽസ് ഫണൽ ടു മാർക്കറ്റ് യുവർ പ്രൊഡക്റ്റ്. ഈ കാര്യങ്ങൾ ചുമ്മാ കൊണ്ട് വീട്ടിൽ കൊടുത്താൽ പോലെ, ആൾക്കാർ നിങ്ങളെ കണ്ടെത്തി ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അവിടെ വന്ന് വാങ്ങും. പണ്ടത്തെ കാലത്തൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടൊക്കെ തരുമായിരുന്നു. പക്ഷെ നമ്മള് ആ അറക്കുന്നിടത്ത് തന്നെ പോയി വാങ്ങുന്നത് എന്താ? ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ്, ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി. ഓക്കെ, അങ്ങനെ പല റീസൺസ് ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് is to identify the right opportunity for that is the first and foremost strategy in making your business. The second one is to give the value. നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന് ഡു നോട്ട് ഫോഴ്സ് ദം ടു ബൈ. നമ്മൾ അത് വാങ്ങിച്ചിട്ട് പറ്റും, വെച്ചോ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ല യു നീഡ് ടു ഗീവ് വാല്യൂ. അങ്ങനെയാണ് വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അത്? യു ഷുഡ് ഹാവ് എ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ്. ആ വാല്യൂവിന് യു ഷുഡ് ഹാവ് എ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ്. that makes you to sell. Do not give the product or services, instead you are giving a value. ഈ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന്
ഒരു പ്രൈസിനെക്കാട്ടും ഉപരി ഇതിന്റെ എന്താ പറയുന്നത് പ്രൊഡക്റ്റിനെക്കാട്ടും ഉപരി ഇതിനൊരു വാല്യൂ സെൻട്രിക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബൈജൂസ് വാസ് സെല്ലിങ് വൺസ് അപ്പോൺ എ ടൈം വാല്യൂ. ബൈജൂസിൽ വരുന്നവര് ബ്രില്യന്റ് ട്യൂഷനില് ദേ ഗീവ് വാല്യൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ യു നീഡ് ടു ഗീവ് ഇൻ വാല്യൂ ബൈ ക്വാളിറ്റി. നല്ല ക്വാളിറ്റി കൊടുക്കണം. സെക്കൻഡ് ഇസ് ദ പ്രൈസ് ഷുഡ് ബി അത് നിങ്ങളുടെ പ്രൊഡക്റ്റിനനുസരിച്ചായിരിക്കും. യു ക്യാൻ സെൽ ലോ ടിക്കറ്റ് ഓർ ഹൈ ടിക്കറ്റ്, ദറ്റ് ഈസ് അപ് ടു യു. ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഹാസ് ടു ബി ഗ്യാരണ്ടീഡ്. ദാറ്റ് ഗീവ്സ് യു വാല്യൂ. The fourth one is you need to give a prompt delivery. ഇത് തന്നെ കാര്യം വിത്തിൻ 2 days we will deliver it. അവസാനം 2 days കഴിഞ്ഞ് 20 days കഴിഞ്ഞാൽ ഡെലിവറി ചെയ്തില്ല, അത് തകർന്ന് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സോ ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇനി പ്രോംപ്റ്റ് സർവീസ്. നിങ്ങൾ സാധനം എന്താ പറയുന്നത് റിപ്പയർ ചെയ്യാൻ തന്നു, അതിന് കൃത്യമായ സർവീസ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എന്താ പറയുന്ന കാര്യങ്ങളാണ്, അതിനുവേണ്ട സർവീസ് കൊടുത്തില്ല. അപ്പൊ the 5 factors ആണ് ഇത് വന്നത്. One is the quality, second is the price, third is the satisfaction of the customers, fourth is the prompt delivery and the prompt service. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ give value to the product, then you make a good sales. Next one is you need to sell repeat. ചിലരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇനിയും we don't have to sell. You need to sell separately. അത് ഇപ്പൊ ഒരു ഹോട്ടലിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരാൾ വന്നു, ഇന്നാളെ സുദീപ് വന്നു, ഹോട്ടലിൽ വന്നു, താങ്ക്സ്. ഇനി സുദീപ് വരുമോ ഇല്ലയോ എന്നുള്ള വരുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മം. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് you need to sell one time, you need to sell many times, repeatedly. Quality of your product or services is the answer to the repeated values. That is USP പറഞ്ഞപ്പോൾ UBP, unique buying proposition എന്ന് പറഞ്ഞ customer have say unique buying proposition to buy. കാരണം ഇവിടെ ഈ ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഭക്ഷണം കിട്ടും, ക്വാളിറ്റി ഭക്ഷണം കിട്ടും. ഇന്നടത്ത് വന്ന് ഞാൻ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇന്നടത്ത് നിന്ന് ഇലക്ട്രോണിക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ പറ്റിക്കപ്പെടത്തില്ല, ഇന്നടത്ത് എന്ന് പറഞ്ഞാൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്സ് കിട്ടും, ഇത് അല്ലെങ്കിൽ നല്ല പ്രൊമോഷൻ കിട്ടും, ഇന്ന ഇടത്ത് പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യു ഷുഡ് ഹാവ് എ കോൺഫിഡൻസ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ആസ് വെൽ ആസ് ടു ദ കമ്പനി. അതാണ് UBP എന്ന് പറയുന്നത്, സെൽ വേരിയസ് പ്രൊഡക്റ്റ്. അങ്ങനെ സെൽ റിപ്പീറ്റഡ്ലി എന്ന് പറയുന്ന പല ടൈപ്പ് സെല്ലിംഗ് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. അതിലൊന്നാണ് അപ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു മെത്ത വാങ്ങാൻ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾ പറയും ഇതിനെക്കാട്ടും നല്ലൊരു മെത്ത. അതായത് യു നീഡ് ടു ലിസൺ ടു ദ കസ്റ്റമർ വാട്ട് കൈൻഡ് ഓഫ് നീഡ് ഹി ഈസ്. അപ്പോൾ 2000 രൂപയ്ക്കോ 5000 രൂപയ്ക്കോ വാങ്ങാൻ വന്ന ഒരു മെത്ത വാങ്ങാൻ വന്ന ഒരാളോട് പറയാണ്, നിങ്ങൾക്ക് ശകലം കൂടെ ഒന്ന് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബെഡിൽ കിടക്കുന്നതല്ലേ നല്ലത്, നടുവേദനയൊക്കെ മാറത്തില്ലേ. അപ്പൊ അങ്ങനെ ഒരു 5000 രൂപയ്ക്ക് വാങ്ങാൻ വന്ന ഒരാള് നിങ്ങളൊരു 10000 രൂപയ്ക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് അപ് സെല്ലിംഗ്. ഇനി ക്രോസ് സെല്ലിംഗ്, മെത്ത വാങ്ങുന്നവരുടെ കൂടെ നിങ്ങൾ വിരി കൊടുക്കാം, ബെഡ്ഷീറ്റ് കൊടുക്കാം, പില്ലോ കൊടുക്കാം, പില്ലോ കവർ കൊടുക്കാം, തീർച്ചയായിട്ടും ഇനി ഇത് കഴുകാനുള്ള സോപ്പും വേണേ കൊടുക്കും. സോ that's whatever related to this. കാരണം ഒരു ഫർണിച്ചർ കടയിൽ ഇതൊന്നും കിട്ടത്തില്ല. ബട്ട് you have to open how I am going to sell my product. Everything is business. പണ്ടൊക്കെ ഫാർമസിയിലാണെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇന്ന് ഫാർമസിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടും? സോപ്പ്, ചീപ്പ്, കണ്ണാടി, സകലമായ എന്ന് പറയുന്നത് കാര്യങ്ങളും നമുക്ക് കിട്ടും. സർ നെറ്റ് കിട്ടുന്നില്ലായിരുന്നോ? സർ കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്തത് 3 ടിപ്സ് സെയിൽസ്മാനെ ഫോക്കസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. സെയിൽസിന്റെ സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി പറഞ്ഞത് 3 സ്ട്രാറ്റജീസ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്നത്. ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. ഐഡന്റിഫൈ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. പ്രോബ്ലംസ് എവിടാണെന്നുള്ള പ്രോബ്ലംസ് ആർ ഇൻ അറൌണ്ട് യു. യു ഹാവ് ടു ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി
to find out a solution for the problems. That is the right opportunity. Second one is you have to give the value to maintain your customers. Third one is sell repeatedly. ഇങ്ങനെ 3 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കസ്റ്റമേഴ്സിനെ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യും മുന്നോട്ട് പോകും. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചോളം ഒരു 3 പ്രധാനപ്പെട്ട ടിപ്സ് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു ഇന്ത്യൻ ടീമിനെ നോക്കിക്കഴിഞ്ഞാണല്ലോ, ഫസ്റ്റ് വൺ ഇസ് എ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്. സെലക്ഷൻ പ്രൊസീജിയേഴ്സിനകത്ത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചോളം ഈ മാർക്കറ്റിങ്ങിന് 4 P's ഉള്ളതുപോലെ തന്നെ ഒരു സെയിൽസ്മാൻ ഒരു 4 P's ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഗ്രി ചെയ്യുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ 4 P's ഉണ്ട് സെയിൽസ്മാൻ ഹാസ് ടു ഡു. ഏത് പ്രൊഡക്റ്റ് എവിടെ കൊണ്ട് ഡെലിവറി ചെയ്യണമെന്നുള്ളത് സെയിൽസ്മാനാണ് സമ്മതിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ because if this product is not good for a community, he will be wasting the time. അപ്പം ഈ 4 P'സിലുള്ള ആ പ്രൊഡക്റ്റ്, ആ പ്രൈസ്, പലയിടത്ത് ആ പ്രൈസ് മാച്ചിങ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് അതിനുശേഷമാണ് പ്ലേസ്, ഏത് സ്ഥലത്ത് പോയി നിങ്ങൾ വിൽക്കുന്നു എന്നുള്ളത്. പിന്നെ എന്ത് രീതിയിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണോ എന്നുള്ളതും ഈ ഒരു എൻറ്റയർ സെലക്ഷൻ പ്രൊസീജിയർ. ഒരു ഇന്ത്യൻ ടീം ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ കഴിവ്, അതായത് ബാറ്റ് ചെയ്യാനുള്ള കഴിവ്, ഓൾറൗണ്ടർ ആകാനുള്ള കഴിവ്, കീപ്പ് ചെയ്യാനുള്ള കഴിവ്, ബൗൾ ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്ന പോലെ അതർ സൈഡ്, മറ്റു സൈഡിൽ നിന്നും നമ്മൾ വാങ്ങാനുള്ള കഴിവ്, അതർ സൈഡ് ഓഫ് ദ കോയിൻ, വാങ്ങാനുള്ള കഴിവ്, പിന്നെ ഇത് ഉപയോഗിക്കാനുള്ള അറിവ്. ഇത് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് പറയത്തില്ലേ, ആരുടെയിലോ പുതിയ തേങ്ങ കൊടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു സാധനമായി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്റ്റോറി നമുക്ക് കേട്ട് കാണുമല്ലോ, ഒരു ഷൂ സെല്ലറിന്റെ കാര്യം. ഒരു ബോസ് ഒരു ഷൂ സെല്ലറിനെ, അതായത് ഒരു സ്ഥലത്ത് വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ പോയ സെയിൽസ്മാൻ പറയാണ്, ബോസ് അവിടെ ആരും ഷൂസ് എടുക്കാൻ താല്പര്യമില്ല. കാരണം അവിടെ ഉള്ളവരെല്ലാം ഷൂസ് ഇടാതെയാണ്, ഷൂസ് എന്ന് പറയാൻ ചെരുപ്പ് പോലും ഇടാത്ത ആൾക്കാരാണ്. അവരുടെ അടുത്ത് എങ്ങനെ ഞാൻ ഷൂസ് സെല്ല് ചെയ്യും? തിരിച്ചു വന്നു. കുറെ നാളിന് ശേഷം വേറെ സെയിൽസ്മാനെ അവർ വിട്ടു. സെയിൽസ്മാനെ വിട്ടതിന് ശേഷം മാർക്കറ്റ് റിസർച്ച് തന്നതിന് ശേഷം പുള്ളി തിരിച്ചു വന്ന് ബോസിനോട് പറയാൻ, ബോസ്, ദിസ് ഇസ് എൻ അൺടാപ്ഡ് ഏരിയ, വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ ഈ 4 P's ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെയിൽസ്മാന് you need to select what kind of a product to sell, what kind of a promotion you need to, what place you need to sell it. It is all, it depends on your selection. One second. സ്ലൈഡ് ഒന്ന് സ്റ്റക്ക് ആയോ എന്നൊരു സംശയമുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടോ ഇപ്പൊ? Now it is a time. ഇപ്പൊ ഇന്ത്യൻ കോച്ചിങ് ടീമിന് ഷാറൂഖ് ഖാനെ ചക്ത ഇന്ത്യയിലുള്ള സിനിമയൊക്കെ കണ്ടു കാണും. അതിന് ദാറ്റ് ഇസ് എ പ്രിപ്പറേഷൻ ടൈം. പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് സെലക്ട് ചെയ്തു, ആൾക്കാർ വാങ്ങാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ് എടുത്തു, എന്ത് രീതിയിൽ പ്രൈസ് കൊടുക്കണം തീരുമാനിച്ചു, ഇനി പ്രൊമോഷൻ ചെയ്തു. നൗ യു നീഡ് ടു പ്രാക്ടീസ്. പലരോടും ഞാൻ കഴിഞ്ഞത്തെ സെഷനിൽ പറയായിരുന്നു, വാട്ട് കൈൻഡ് ഓഫ് സെയിൽസ് സ്ക്രിപ്റ്റ് യു റൈറ്റ് ബിഫോർ യു ആർ ഗോയിങ് ഫോർ എ സെയിൽസ്. സാർ അങ്ങനൊന്നുമില്ല, ഞങ്ങളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി അങ്ങനെ പോയി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടൊരു സെയിൽസ് സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ how good you can able to convince the customer. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഒരു 30 മിനിറ്റ് സംസാരിക്കും, പക്ഷെ പ്രൊഡക്റ്റ് പറയത്തില്ല. ഇവിടെ ലോകത്തിലുള്ള സംഭവങ്ങളെ എല്ലാം നിങ്ങൾ അഡ്രസ് ചെയ്യും. അന്നേരമായിരിക്കും അദ്ദേഹത്തിന് ഒരു കോള് വരുന്നത്, സാർ ഞാൻ ഇപ്പൊ ഒരു കോൾ ഉണ്ട്, ഞാൻ എടുക്കുകയാണ്, നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞാൽ യു കനോട്ട് ഏബിൾ ടു. ദാറ്റ്സ് വാട്ട് യു നീഡ് ടു പ്രിപ്പയർ. എവിടെ ഗോൾ അടിക്കണം, എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മോശമായ അഭിപ്രായം പറയാൻ സാധ്യത. യു നീഡ് ടു ബ്ലോക്ക് ഇറ്റ്. സംടൈംസ് യു നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. അവര് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണം.
തിരിച്ചു ഗോളടിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മാർക്കറ്റിൽ നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഡു എ സോട്ട് അനാലിസിസ് ബൈ യുവർ സെൽഫ്. സോട്ട് അനാലിസിസ് എന്ന് പറയുന്ന യുവർ സ്ട്രെങ്ത്, യു ഹാവ് എ സ്ട്രെങ്ത് പോയിന്റ്, ഹൗ ടു സ്പീക്ക് ടു ദം. വീക്ക്നെസ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ വീക്ക്നെസ് ആയിരിക്കാം, അല്ലേ? നമ്മുടെ പ്രൈസ് നമുക്കൊരു വീക്ക്നെസ് ആയിരിക്കാം. നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റുമായിട്ട് സംസാരിക്കുക കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുതലായിരിക്കാം. ചിലപ്പോൾ ക്വാളിറ്റി ചിലപ്പം അതിനേക്കാട്ടിൽ അത്ര ക്വാളിറ്റി കാണത്തില്ലായിരിക്കാം. അപ്പൊ ഈ വീക്ക്നെസ്സിനെ അനാലിസിസ് ചെയ്ത് അതിനെ ഒരു സ്ട്രെങ്ത് പോയിന്റ് ആക്കി ഒരു പ്രിപ്പറേഷൻ. നിങ്ങളുടെ പ്രൊഡക്റ്റ് വളരെ മോശമാണിത്, അപ്പൊ സാർ ഞാൻ എന്റെ ബോസിനോട് ശരിക്കും അത് തന്നെയാണ്, എനിക്കിത് അറിയത്തില്ലായിരുന്നു സാർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതുകൊണ്ട് നാളെ ഞാൻ വരും. അപ്പൊ യു ആർ സ്പോയിലിംഗ് ദ റെപ്യൂട്ടേഷൻ ഓഫ് യുവർ കമ്പനി. അപ്പൊ അതിനു മുമ്പ് ഒരു പ്രിപ്പറേഷൻ ആണെങ്കിൽ വീണോ ക്രിക്കറ്റ് കളിക്കുമ്പോഴോ ഫുട്ബോൾ കളിക്കുമ്പോഴോ ഹോക്കി കളിക്കും, വീണോ അവർ വീക്ക്നെസ്. ചില പ്ലെയേഴ്സിന് ഒരുപക്ഷെ നല്ല രീതിയിൽ പിച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷേ ബട്ട് വി ഹാവ് സം സ്ട്രെങ്ത് പോയിന്റ്സ്. The weakness can be converted into strength. Then there is an opportunity to hit the goal. ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കണം. അതിനാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ സെലക്ഷൻ is happening. There is an opportunity because you studied the market conditions. മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങൾ സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് വരുന്നത്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഐസ്ബർഗ് തിയറി വഴി നമുക്ക് സംസാരിക്കാം. എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് വാട്ട് വി സീ, പക്ഷെ കസ്റ്റമർ അൺസെഡ് നീഡ്സ്, കസ്റ്റമർ പറയാത്ത ആവശ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി കസ്റ്റമർ അറിയാത്ത ആവശ്യങ്ങളുണ്ട്. ഞാൻ ബിസിനസ് കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ പറയാം, ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ എന്ന് ചോദിക്കും. കാരണം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പ്രത്യേകത. സോ ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളും സെയിൽസിലുണ്ട്. അതിനെ നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റൂ. ഞാൻ അരാമിക്സിൽ ജോലി ചെയ്യുന്ന സമയത്ത്, കൊറിയർ ഡിവിഷനിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ സർ കൊറിയർ ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കൊറിയർ അയക്കുന്നവന് അവന് കാർഗോ ഉണ്ട്. അവൻ ബൈ സീയും ബൈ റോഡും ബൈ ലാൻഡും അയക്കും. ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ അവന്റെ കൊറിയർ മാത്രം ബിസിനസ് പിടിച്ചുകൊണ്ട് വരികയല്ല, ഐ സെൽ ഓൾ ദ പ്രൊഡക്ട്സ്. അപ്പം അവന് നമുക്കറിയാൻ വരുത്ത അവൻ പറയാത്ത ഏരിയാസിൽ നമുക്ക് പോകും. ഇനി അൺനോൺ നീഡ്സ്, ഇദ്ദേഹം ഒരു പക്ഷേ പലയിടത്ത് ഒത്തിരി കാർഗോ കൊണ്ടുവന്നിട്ട് പലയിടത്തും ആയിരിക്കും കാർഗോ വെച്ചേക്കുന്നത്. വി ക്യാൻ ഓഫർ അവർ വെയർ ഹൗസ് ഫെസിലിറ്റീസ്. അന്നേരമാണ് എന്നാൽ ഞാനാണെങ്കിൽ അവിടെ കൊണ്ടുവെക്കുന്നു, കുറച്ചു ഭാഗം ചങ്ങനാശ്ശേരി വെക്കുന്നു, കുറച്ചു ഭാഗം കോട്ടയത്ത് വെക്കുന്നു, കുറച്ചു ഭാഗം ചിങ്ങവനത്ത് വെക്കുന്നു. കാരണം പലയിടത്തെ സ്ഥലം. സോ വേർ ആയിട്ടല്ലേ ഐ ഹാവ് എ ഹ്യൂജ് സ്പേസ്, യു ക്യാൻ കീപ് യുവർ ഗുഡ്സ് ഇൻ സിംഗിൾ ഏരിയ. അങ്ങനെ സെയിൽസ്മാന് ഇദ്ദേഹത്തെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. പക്ഷെ ഇത്രയും മാത്രമായിട്ട് വെള്ളത്തിന് മുമ്പിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുവെട്ടി പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ടൈറ്റാനിക് പോലെ നമ്മുടെ ബിസിനസ് തകർക്കും. ബാക്കിയുള്ളവര് ഓപ്പർച്യൂണിറ്റീസ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെയിൽസ് ഫണൽസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിന്ന് സെയിൽസ് സ്ട്രാറ്റജീസ് ആക്ച്വലി കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം സെയിൽസ് ഫണൽ ഉണ്ടല്ലോ, അപ്പൊ ആ സെയിൽസ് ഫണൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? 5 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഒന്ന് പ്രോസ്പെക്ടിങ് സ്റ്റേജ് എന്ന് പറയും. ഈ പ്രോസ്പെക്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ലീഡ് ജനറേഷനും ലീഡ് കൺവേർഷനും തമ്മിലുള്ള ഇതിന് ശേഷം വരുന്നതാണ് പ്രോസ്പെക്ടിങ്. ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ച് ലീഡ്സ് നമുക്ക് കിട്ടും. 100 ലീഡ്സ് ആയിരിക്കാം, 1000 ലീഡ്സ് ആയിരിക്കാം. അതിനെ ഈ ലീഡ്സ് കിട്ടുന്നതിനെ നമ്മൾ സസ്പെക്ട്സ് എന്നാണ് പറയുന്നത്. സംശയാസ്പദമായിട്ട് ഇവൻ വാങ്ങാനും വാങ്ങാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ സസ്പെക്ട്സിനെ നമ്മൾ പ്രോസ്പെക്ട്സ് ആക്കി മാറ്റുന്ന ഒരു പ്രൊസീജിയറിനാണ് ലീഡ് കൺവേർഷൻ. ഇവരെ കാണുകയോ അല്ലെങ്കിൽ ടെലിഫോൺ മെത്തേഡിൽ കൂടെ നമ്മൾ അവരുടെ നീഡ്സ് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ്, അതിനാണ് സ്റ്റേജ് 2 നീഡ് ഐഡന്റിഫിക്കേഷൻ വരുന്നത്. ഒരു പ്രാവശ്യം കസ്റ്റമറിന്റെ നീഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജിലാണ് പ്രപ്പോസൽ ജനറേഷൻ ആൻഡ് ഡെലിവറി. നമ്മളത് ചെയ്യും. അതിനുശേഷം കസ്റ്റമറിന്റെ നീഡ്സ് അവിടെ ഇരിക്കുന്നു, നമ്മുടെ കൊട്ടേഷൻ ഇരിക്കുന്നു. ഇവർ തമ്മിലുള്ള ഒരു നെഗോഷിയേഷൻ പോയിന്റ് ആണ് പിന്നെ കാണുന്നത്.
അതായത് നെഗോഷിയേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് വരുന്നുണ്ട്. അവിടെ നമ്മൾ ബാറ്റ്സായും സോപ്പായും ഒക്കെ നമ്മൾ പഠിക്കും എന്താണ് നെഗോഷിയേഷൻ പോയിന്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഈ സ്റ്റേജ് 4 നെഗോഷിയേഷൻ നടന്നു കഴിയുമ്പോഴാണ് വി എഗ്രി വിത്ത് സം പോയിന്റ്സ്. കാരണം അവിടെ USB-യും UBBBയും അത് മേർജ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നെഗോഷിയേഷൻ. അതായത് കസ്റ്റമറുടെ സെല്ലിംഗ് പോയിന്റ്സും കസ്റ്റമറുടെ ബൈങ് പോയിന്റ്സും നമ്മുടെ സെല്ലറുടെ സെല്ലിംഗ് പോയിന്റ്സും തമ്മിൽ അത് മേർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ എഗ്രി ചെയ്യുമ്പോഴാണ് ഒരു നെഗോഷിയേഷൻ കംപ്ലീറ്റ് ആകും. അതിനുശേഷം വി നീഡ് ടു ക്ലോസ്. അവസാന ഘട്ടത്തിൽ നമുക്ക് സെയിൽസ് ഒക്കെ പാളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു സെയിൽസ് ഫണൽ എന്ന് പറയുന്നത്. ഈ സെയിൽസ് ഫണൽ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ചില ദിവസമൊക്കെ 3 days സെഷനാണ് സെയിൽസ് ഫണൽ. ഓരോന്നും സസ്പെക്ട്സിനെ നമ്മൾ എങ്ങനെ പ്രോസ്പെക്ട്സ് ആക്കാനുള്ള വലിയ വലിയ രീതിയിലുള്ള സെഷൻസ് ഒക്കെയാണ് സാധാരണ നമ്മൾ എടുക്കാറുള്ളത്. കാരണം ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. അപ്പൊ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഓരോ രീതിയിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. മോഹൻലാൽ പറഞ്ഞ പോലെ ചോദിച്ചു പോവാന്ന് പറയുന്ന പോലെ കസ്റ്റമറുടെ അടുത്ത് വി നീഡ് ടു സ്പെൻഡ്. നൗ കസ്റ്റമർ ഈസ് ഓൾസോ വെരി ഇന്റലിജന്റ്. നമുക്ക് അത്ര പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സമയം തരുമായിരുന്നു. ഇന്ന് അതല്ല. കോമ്പറ്റീഷൻ. കാരണം ടൈം ഈസ് മണി. നമ്മളെടുത്ത് പണ്ടത്തെ കാലത്ത് 1 മണിക്കൂർ അവൻ ഇരിക്കുന്നെങ്കിൽ ഇന്ന് അവന് 10 മിനിറ്റ് പോലും ഇരിക്കാൻ സമയമില്ലാത്തതാണ്. അതുകൊണ്ട് അവർ സെയിൽസ് സ്ക്രിപ്റ്റ് ഹാസ് ടു ബി ഷോർട്ടർ ആൻഡ് സ്വീറ്റർ. ടു ദ പോയിന്റ് ആയിരിക്കും. അതിനകത്ത് കോൾ ഫോർ ആക്ഷൻ ഉണ്ടായിരിക്കണം. കോൾ ഫോർ ആക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നെഗോഷിയേഷന്റെ ഒരു സമയത്താണ് വരുന്നത്. അവന് അതിന്റെ റിക്വയർമെന്റ്സ് മനസ്സിലാകുന്ന ഒരു ലെവലിലേക്ക്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് 4 factors in determining the success of sales. ഒരു സെയിൽസിന്റെ സക്സസ് എന്ന് പറയുന്നത് 4 factors ആണ്. നിങ്ങൾ അത് എഗ്രി ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പം പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അന്നേരം തന്നെ നമ്മുടെ ബ്രെയിനിൽ ആ പ്രൊഡക്റ്റ് വിസിബിൾ ആകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യുവർ പ്രൊഡക്റ്റ് ഈസ് സക്സസ്ഫുൾ. എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ബിക്കോസ് ഓഫ് സം എൻഡോഴ്സ്മെന്റ്. തേർഡ് പോയിന്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഈ സോപ്പ് കുടിച്ചത് കൊണ്ടാണ് എനിക്ക് സൗന്ദര്യം വന്നത്, അല്ലെ ഐശ്വര്യ പറഞ്ഞ ഈ ക്രീം തേച്ചുകൊണ്ടാണ് എനിക്ക് സൗന്ദര്യം വന്നത്, അല്ലെങ്കിൽ എന്റെ മുടിയുടെ ഇത്രയും വലിയ മുടി കിട്ടിയത് ഇന്ന ഓയിൽ പുരട്ടിക്കൊണ്ടാണ് എന്നുള്ള ഒരു ബ്രാൻഡ് ഇമേജ് ഇങ്ങനെ ടിവിയിലും മറ്റു മീഡിയയിലും കണ്ട് വി ഹാവ് എ പ്രൊഡക്റ്റ് അവയർനെസ്. അപ്പൊ ബ്രാൻഡായിട്ട് നമ്മൾ മാറും. ഇന്ന ഒരു സോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മമ്മൂട്ടിയെ കാണും. പിന്നെ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോഹൻലാലിനെ കാണും. അപ്പൊ അങ്ങനെ ഒരു രീതിയിലോട്ട് നമ്മൾ പ്രൊഡക്റ്റും സെലിബ്രിറ്റിയുമായിട്ട് മിക്സ് ചെയ്തു, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വരുമ്പോഴാണ് ആ പ്രൊഡക്റ്റിന്റെ ബൈങ് ലെവലിലോട്ട് മാറുന്നത്. അതിപ്പം ബ്രാൻഡ് ആകാം, ക്വാളിറ്റി ആകാം. പിന്നെ ചില ബ്രാൻഡുകളൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, എന്നാലേ ബൈങ് ആയിട്ടുള്ളൂ. ചില ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല. ചില പ്രൊഡക്റ്റ് ഒക്കെ എക്സ്പീരിയൻസ് വരും, ഭയങ്കര ത്രില്ലിങ്. ഐക്കിയയിലൊക്കെ ഫർണിച്ചറൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെയാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഫർണിച്ചറൊക്കെ ആദ്യ ആളുകൾക്ക് വാങ്ങിച്ചത്, അന്ന് ഫർണിച്ചർ കടയിൽ പാകിസ്ഥാനികളുണ്ട്, അവരാ വന്ന് എന്താ പറയുന്നത് ഫിറ്റ് ചെയ്തൊക്കെ ചെയ്തു വരുന്നത്. അപ്പൊ ഞാൻ ഐക്കിയയിൽ പോയി കഴിഞ്ഞപ്പോൾ ഫർണിച്ചറൊക്കെ നമ്മൾ ഗ്രാജുവലി നമ്മുടെ ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ഫർണിച്ചറിൽ നിന്ന് ഐക്കിയിൽ നിന്ന് വാങ്ങാൻ ശ്രമിച്ചു. പുതിയിടത്ത് ഷിഫ്റ്റ് ചെയ്തപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ഐക്കിയിൽ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചു. ഐക്കിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ അവര് പറഞ്ഞു, എപ്പോഴാണ് നിങ്ങൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തത്? സർ, ഡെലിവറി ഒന്നും ഇല്ല, നിങ്ങൾ സാധനം എടുത്തോണ്ട് പോകണം. സാധനം ഇവിടെ കിട്ടും, അവിടെ വെയർ ഹൗസ് ഉണ്ട്, അവിടെ നിന്ന് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് യു ക്യാൻ കളക്ട് ഫ്രം ദെയർ സ്റ്റോഴ്സ് അപ്പുറത്തോട്ട് ഇരിപ്പുണ്ട്, നിങ്ങളത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതെന്തൊരു കഷ്ടമാണ്. ഇവിടെ ഇത്രയും കാശ് കൊടുത്ത് ഈ ഐക്കിയ ഷോറൂമിൽ വന്നിട്ട് ഇവര് പറയുന്നത് നിങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു, സാധനം എടുത്തോണ്ട് പോകണം, തന്നെത്താൻ പോകണം, അതോടൊപ്പം തന്നെത്താൻ ഫിറ്റ് ചെയ്യണം. ഇറ്റ് ഇറിറ്റേറ്റ്സ് മീ. പക്ഷെ ഒന്നും പറയാതെ, നമ്മുടെ നാടല്ലല്ലോ, വെള്ളമൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നിൽ ഐ ഹാവ് 2 ഓപ്ഷൻസ്. ഐ ഹാവ് ടു ലീവ് ദിസ് പ്രൊഡക്റ്റ്, കാരണം ക്യാഷ് കൗണ്ടറിന് മുമ്പായിട്ടാണ്, ഓർ ഐ ഹാവ് ടു ടേക്ക് ഇറ്റ്.
അപ്പൊ ഞാൻ എടുക്കാമെന്നുള്ളൊരു നിർബന്ധം. കാരണം എന്ന് പറഞ്ഞാൽ പല ഫ്രണ്ട്സുകളും ഐക്യാണ് ഉപയോഗിച്ചിട്ടുള്ള അറിവ് കാരണം എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ട് ഈ പാക്കേജ് തുറന്നു കഴിയുമ്പോൾ യു വിൽ ഫൈൻഡ് ദ ഇൻസ്ട്രക്ഷൻ ഹൗ ടു മാൻഡിൽ അല്ലെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാൻ. സോ അങ്ങനെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് ഞങ്ങൾ തന്നെ എക്സ്പീരിയൻസ് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരിക്കലും അത് ഇളകി പോകുന്നതോ ഒന്നുമല്ല. അത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് അവർ നമുക്ക് ഡെലിവർ ചെയ്യുന്നത്. ഒന്ന്, ഇറ്റ്സ് എ ബിഗ് എഫേർട്ട്, യു ക്യാൻ ഡു ഇറ്റ്, യു ആർ എ സ്കിൽഡ് പേഴ്സൺ, യു ഹാവ് എ ടാലന്റ് വിച്ച് യു ആർ നോട്ട് യൂസിങ് ഇറ്റ്. നിങ്ങൾക്കൊരു അപ്പം രണ്ട്, ദ ഹാപ്പിനെസ് ഇൻ യു. കാരണം ഒരു ഫർണിച്ചർ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരെങ്കിലും അവിടെ വെക്കുന്നു, ബഹളം വെക്കുന്നു, അത് കഴിഞ്ഞ് എന്താ പറയുന്നത് കഴിഞ്ഞു, അതോടൊപ്പം കഴിഞ്ഞു. നമ്മളിങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് ചായ കാശ് കൊടുത്തവരെ പറഞ്ഞു വെക്കും. there is an effort, so you will love this furniture because you built it. അവരാണ് ഉണ്ടാക്കിയത്, അവരാണ് ചെയ്തത്. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ ഫർണിച്ചറായി മാറി. See this, the sales techniques or marketing technique or brand techniques of IKEA. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റും ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന രീതിയും അനുസരിച്ചാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. സോ എൻഡ് ഓഫ് ദ ഡേ പിള്ളേർ പറയുന്നത്, സോ അപ്പൊ ഇറ്റ് വാസ് റിയലി അമേസിങ് എക്സ്പീരിയൻസ്. കണ്ടോ, അവര് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് ഫർണിച്ചർ കൈകൊണ്ടിട്ട് അത് എല്ലാം നമ്മൾ ആശാരിമാരെ ഏൽപ്പിച്ച് കാർപ്പന്റേഴ്സിനെ ഏൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. So this kind of experience they are providing to the customers and customer is happy. So what kind of image you are building for your product? You are a businessman, you are in the business, and what kind of image, what kind of footprint you are going to give to the world about your product, about your service. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിംഗ് ആയിരിക്കാം നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ആൾക്കാർ വാങ്ങുന്നത്. പല വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ചിലർക്ക് കൊണ്ട് എന്താ പറയുന്നത് 1000 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം നിങ്ങൾ കൊണ്ട് 2000 രൂപയ്ക്ക് പ്രൈസ്, നോബഡി ഈസ് ബോതേർഡ് ടു കം ടു യുവർ ഷോപ്പ്. അപ്പം മാർക്കറ്റിനനുസരിച്ചും നിങ്ങളുടെ കോസ്റ്റ് എവിടെയൊക്കെ കുറയ്ക്കാമോ എന്നനുസരിച്ച് മാർക്കറ്റിൽ ഏത് പ്രൈസാണ് ഫീസിബിൾ ആയിട്ടുള്ളത് എന്നനുസരിച്ച് വേണം നിങ്ങളുടെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. എൻഡോസ്മെന്റ് ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞതായിരുന്നു, ഫസ്റ്റ് പറഞ്ഞു. എൻഡോസ്മെന്റ് എന്ന് പറയുന്നത് സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ ഐക്കിയയുടെ ഉപയോഗിച്ചു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നിൽക്കുന്ന ഒരു വീഡിയോ ഇത് കണ്ട് ഈ യൂട്യൂബറിന്റെ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ചാടി ഐക്കിയ പോകുന്നു, യൂട്യൂബറിന് കാശും കിട്ടും. എൻഡോസ് മൈക്രോ സെലിബ്രേറ്റ്, ദേ ആർ ടെസ്റ്റിമോണിയൽസ്. ഞാൻ ഐക്കിയയുടെ വാങ്ങിച്ചിരുന്നു, എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പലരും കണ്ടിട്ട് ഞാൻ ബ്രില്യന്റിൽ പഠിച്ചിരുന്നു. ബ്രില്യന്റ് പഠിച്ചിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. എക്സാം കഴിയുമ്പോഴേ അവരുടെ ഫോട്ടോ സഹിതം 3-4 കോച്ചിങ് സെന്റേഴ്സ് തന്നെ സെയിം ആൾക്കാരുടെ പേര് തന്നെ ഇടും. ബിക്കോസ് ദേ വാണ്ടഡ് ടു ഷോ ദ ക്രെഡിബിലിറ്റി ആൻഡ് ദ പ്രസൻസ്. ആർ യു അലൈവ് ഓർ നോട്ട്? ലിങ്ക്ഡിനകത്ത് ഇപ്പൊ നമ്മള് ബിസിനസ് ആണെങ്കിലും ഒരു ജോബ് സീക്കർ ആണെങ്കിൽ പോലും ലിങ്ക്ഡിൻ വളരെ ആക്റ്റീവ് ആണ്. ബിക്കോസ് ലിങ്ക്ഡിൻ ഈസ് ദ കറന്റ് റെസ്യൂമേ എന്ന് പറയുന്ന പോലെ ലിങ്ക്ഡിൻ ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ ബിസിനസ് പർപ്പസ്. അപ്പൊ നിങ്ങള് പ്രസൻസ് ഉണ്ടോ ഇല്ലയോ? മാർക്കറ്റിൽ നിങ്ങൾ പ്രസന്റ് ആണോ? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ പ്രസൻസ് ആണോ? വാട്ട് കൈൻഡ് ഓഫ് പ്രസൻസ് യു ആർ ഗിവിംഗ് അബൌട്ട് യുവർ പ്രൊഡക്റ്റ് ആൻഡ് യുവേഴ്സ്? നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഇത്രയും നാള് നിങ്ങൾ 40 വർഷമായിട്ട് ബിസിനസ് ചെയ്യായിരിക്കും, 30 വർഷമായിട്ട് ബിസിനസ് ചെയ്യായിരിക്കും. ഹൗ മെനി ഓഫ് ദ കസ്റ്റമേഴ്സ് ഐഡന്റിഫൈ യുവർ പ്രൊഡക്റ്റ്? ഹൗ മെനി ഓഫ് യുവർ ഫ്രണ്ട്സ് ഐഡന്റിഫൈ ആസ് എ ബ്രാൻഡ്? നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളൊരു ബ്രാൻഡായിട്ട്, സന്തോഷ് ജോർജ് കുളങ്ങര വരുമ്പോൾ ആൾക്കാർ കൂടുന്നതിന്റെ റീസൺ എന്താ? ഹി ഹിംസെൽഫ് ഹാസ് ബിക്കം എ ബ്രാൻഡ്. അതുപോലെ ആകുന്നില്ല. അപ്പൊ എന്താണ് എന്നുള്ളത് കൃത്യമായ ഒരു 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 എന്താ പറയുന്നത് ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർ പിക്ചർ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും
നമ്മൾ കൊടുക്കുന്ന പ്രൈസിനെ കുറിച്ചും നമ്മൾ കൊടുക്കുന്ന എൻഡോഴ്സ്മെന്റിനെ കുറിച്ചും ആൾക്കാരുടെ ഇടയിൽ വെർച്വൽ ആയിട്ട് ചിലപ്പം 4ാമത്തെ പ്ലേസ് എന്നിട്ടായിരിക്കും. ഇറ്റ്സ് നോട്ട് പ്ലേസ്. വി ആർ ഇൻ എ ഗ്ലോബലൈസേഷൻ ടൈമിൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. വി ആർ സെല്ലിംഗ് വെർച്വലി. എന്റെ പ്രൊഡക്റ്റ് അമേരിക്കയിലുള്ളവനും അറിയാം. because of internet, because of the social media, people, because of the likes, because of the shares, your students, your people shares that. യുഎസിലുള്ള നിങ്ങളുടെ കസിൻസ് ആയിരിക്കും ഷെയർ ചെയ്യുന്ന. ആ കസിന്റെ ഫ്രണ്ട്സ് എല്ലാം കാണുകയാണ്. there is a product. വളരെ ആറന്മുള കണ്ണാടി. what is ആറന്മുള കണ്ണാടി? people search for it. Okay, നിങ്ങളുടെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോക്കൽ പ്രസൻസ് ഓർ എ ഗ്ലോബൽ പ്രസൻസ്. ഇറ്റ്സ് എ പാൻ ഇന്ത്യ പ്രസൻസ് ഓർ എ കേരള പ്രസൻസ് ഓർ എ ലോക്കൽ പ്രസൻസ് ഓർ എ ടൈനി പ്രസൻസ്. സോ യു നീഡ് ടു തിങ്ക് അബൌട്ട് ദീസ് 4 ഫാക്ടേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെല്ലിങ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ 4 കാര്യങ്ങളോ 3 കാര്യങ്ങളോ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻസിന്റെ ചെറിയൊരു സമ്മറി മാത്രമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. വി വിൽ ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതായത് 4 ഫാക്ടേഴ്സ് ആണ് ഞാൻ അവസാനം പറഞ്ഞത്. ദാറ്റ് ഗിവ്സ് യു ദ ബ്രാൻഡ്. പിന്നെ പറഞ്ഞു അതിന് മുമ്പ് പറഞ്ഞത് ഈ ഒരു എന്താ പറയുന്നത് സെയിൽസ് ഫണലിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമുക്ക് പറയുന്നത് ഒരു സെയിൽസ്മാന്റെ സക്സസ് എവിടെ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ എന്ന് പറയുന്നത് ഒരു സെയിൽസ് സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടിയ റിക്വയർമെന്റ്സ് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് സെയിൽസിന്റെ ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. സെയിൽസ് ഈസ് നോട്ട് സെല്ലിംഗ്. സെയിൽസ് ഈസ് ഹെൽപ്പിംഗ്. കസ്റ്റമർ ഹാസ് എ പ്രോബ്ലം. വി ആർ ദെയർ ടു ഹെൽപ്പ് യു. ഇത്രയും നാള് അവര് അരച്ചും വിളിച്ചും ഒക്കെ അവരുടെ കിച്ചണിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് എ സൊല്യൂഷൻ ഓഫ് മിക്സി. ഇത്രയും നാള് അരകല്ലില് അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് വി ഹാവ് എ സൊല്യൂഷൻ ഫോർ യു. ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് എ വാഷിംഗ് മെഷീൻ? ഇത്രയും നാള് കനലുകൾ കൊണ്ട് അല്ലെങ്കിൽ ചൂട് ചിരട്ടയൊക്കെ വെച്ച് തേച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻ ഐ ഹാവ് എ സൊല്യൂഷൻസ്? ഐ വിൽ ഗീവ് യു ഇലക്ട്രിക് അയൺ ബോക്സ്. So you don't have to waste your time of coming to the theater. We can set you a home theater, watch in OTT platform at your home itself. So can I help you? Yeah, we are helping. We are not selling. ആ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. പല രീതിയിലുള്ള സെല്ലിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് ടച്ച് ചെയ്തിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. സ്ക്രിപ്റ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ വേരിയസ് ടൈപ്സ്. നീഡ് അനുസരിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാം. പിന്നെ വി ക്യാൻ ബ്രിങ് സം ഫിയർ ഫാക്ടേഴ്സ്. പേടിപ്പിച്ച് കൊല്ലാണ്ടെന്നല്ലേ പറഞ്ഞു. LIC ഏജൻസ് നമ്മൾ പറയാം, നിങ്ങളിപ്പോ ഇത്രയും വയസ്സായല്ലോ, കുട്ടികളൊക്കെ ഏത് പ്രായത്തിലാണ് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ എന്ത് പറ്റും? സോ പേടിപ്പിക്കുകയല്ല, എന്നാൽ ചെറുതായിട്ടും പേടിപ്പിച്ചു. സോ എന്ത് പോളിസി എടുക്കേണ്ടത്? സോ ദിസ് കൈൻഡ് ഓഫ് വിച്ച് വി ആർ ഓൾറെഡി സീൻ അല്ലെ. നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് എടുക്കുന്നത് എന്നുള്ളത്, ദാറ്റ്സ് വൈ സ്ക്രിപ്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം അത് കൂടുതൽ നമ്മൾ പോയി കഴിഞ്ഞാലും പ്രശ്നമായിട്ട് സ്ക്രിപ്റ്റിംഗ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒരു സ്റ്റോറിയുടെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഈ ഒരു സെഷൻ അവസാനിക്കാന്ന് പറഞ്ഞ് ഒരു സിനിമയിൽ വന്ന ഒരു ഡയലോഗ് കഥയാണ് പറയുന്നത്. മുകേഷിനോട് മുകേഷിന്റെ വല്യമ്മയായിട്ട് അഭിനയിച്ച ഒരു പറയുന്ന ഒരു കാര്യമാണ്, പേര് ഞാൻ മറന്നുപോയി. അപ്പം ഒരു രാജാവിന്റെ അടുത്ത് ജോത്സ്യൻ വന്ന് രാജാവിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് 1 മാസത്തിനുള്ളിൽ മരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് രാജ്യകാര്യങ്ങളെല്ലാം അങ്ങ് നോക്കണം. രാജാവിന് ഇഷ്ടപ്പെട്ടില്ല, ആ ജോത്സ്യനെ കൊല്ലാൻ പറഞ്ഞു. പിന്നെ അതുപോലെ ജോത്സ്യനെ കൊണ്ടുവന്നു. വേറൊരു ജോത്സ്യനും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല.
അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യം മുന്നോട്ട് പുരോഗതിയിലോട്ട് പോവുകയാണ്. നമ്മുടെ രാജാവിന്റെ മകനെ യുവരാജാവായി പ്രൊമോട്ട് ചെയ്യാനുള്ള കാലം വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹം യുവരാജായി ഈ സാമ്രാജ്യം മുന്നോട്ട് നയിക്കും എന്ന്. വളരെ രാജാവിന് സന്തോഷമായി. കാരണം സ്വന്തം മകന് ഇത്രയും വലിയൊരു പ്രോസ്പെരിറ്റി കിട്ടും എന്നുള്ള അറിഞ്ഞിട്ട് തീർച്ചയായും ഞാൻ രാജാവായിട്ടുണ്ടല്ലോ, അവനെ ഞാൻ യുവരാജാവല്ലേ ആക്കുന്നത് എന്ന് വിചാരിച്ച് സമ്മാനം കൊടുത്തു. 1 മാസത്തിനുള്ളിൽ നാട് നീങ്ങി. ആദ്യത്തെ ജ്യോത്സ്യൻ പറഞ്ഞതും രണ്ടാമത്തെ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ നടന്നു. അപ്പോൾ scripting is more important to understand the situation. The delivery also important. ഇതോടുകൂടെ ഞാൻ ഇന്നത്തെ സെഷൻ നടത്തുന്നു. പാർട്ട് 3 we will come with some other strategies and everything. Thank you so much. Over to you, sir. Sabu sir. കേൾക്കാം. താങ്ക് യു സാർ. തീർച്ചയായിട്ടും നമ്മുടെ രണ്ടാമത്തെ ബിസിനസ് സ്ട്രാറ്റജിയുടെ പാർട്ടാണ് സെയിൽസ് സ്ട്രാറ്റജിയാണ്. നമുക്കുണ്ടെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ചെയ്യാറുണ്ട്. സൗണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. സാറേ നമുക്ക് എന്തെങ്കിലും ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഈ സെയിൽസിന്റെ സ്ട്രാറ്റജി ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുമല്ലോ അല്ലെ? തീർച്ചയായും. അപ്പൊ നമ്മളിപ്പോ പ്രസന്റ്ലി നമ്മള് ഒരു A to Z ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാനിങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഒരു സെയിൽസ് പ്രൊമോഷൻ ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ ഇതുപോലെ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ സെയിൽസിലേക്ക് കൊണ്ടുവരാൻ, ആ പ്രോഡക്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ ആ സർവീസിനെ സെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി പ്രകാരം എങ്ങനെയാണ് അതിനെ നോക്കി കാണേണ്ടത്? സർ, എന്നോടാണോ ക്വസ്റ്റ്യൻ? അതെ സാർ. എങ്ങനെ ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടി. സാധാരണ രീതിയിൽ നമുക്ക് ഈ ഡിമാൻഡ് വേഴ്സ് സപ്ലൈ ആണ് ഇല്ല, പല രീതിയിലുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പല രീതിയിലുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കിപ്പം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ്, ഇപ്പം എന്താ പറയുന്നത്, ഒരു ചിക്കന്റെ റെസിപ്പി, ഫോർ എക്സാമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി ചെയ്യാം. ഈ ഒരു റെസിപ്പി നല്ല രീതിയിൽ പോകുന്നു എന്ന് വിചാരിക്കുക. ആ റെസിപ്പിയെ കോപ്പി ചെയ്യാം. ഈ ഒരു റെസിപ്പിയെ ഇന്നോവേഷനായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് ചെയ്യാം. ഇനി അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു മൊബൈൽ വാങ്ങിച്ചു. ഈ മൊബൈലിലെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ നിങ്ങളൊരു ടെക്കിയാണ്, നിങ്ങൾക്കൊരു മൊബൈൽ കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഡിമാൻഡ് അല്ലെ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് ശേഷമാണ് നിങ്ങൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് മാർക്കറ്റിനകത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം നീഡ് ബേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ സെയിൽസിൽ നമ്മൾ നീഡ് ക്രിയേറ്റ് ചെയ്യുന്നവരും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞാണ്, ഒരു ട്രെയിനർ പറഞ്ഞാണ്, നമുക്ക് സിറ്റുവേഷൻസ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം അതായത് പുള്ളി ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. അദ്ദേഹം പലയിടത്തും ഇങ്ങനെ ട്രെയിനിങ്ങിന് പോകുന്നതാണ്. അപ്പൊ ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത്, സാർ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ എന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് മസാജറാണ്. എന്റെ പ്രൊഡക്റ്റ് ഒരു ഫുഡ് മസാജറാണ്. സാറ് കുറെ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ, ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർ. സാറിന്റെ കാലിനൊക്കെ വേദനയൊക്കെ വരത്തില്ലേ? അപ്പൊ ഈ ഫുഡ് മസാജർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സാറിന്റെ വേദനയൊക്കെ മാറും. അദ്ദേഹം പറയാണ്, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ എന്താ പറയുന്നത് 1,500 സെഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ എനിക്ക് കാലിന് വേദനയായിട്ട് എനിക്ക് ഫീൽ ചെയ്തേയില്ല. ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം എനിക്ക് കാലിൽ വേദനയുണ്ടോ എന്നുള്ള ഒരു തോന്നൽ വന്നു. Finally, what happened? He bought this. The trainer bought that foot massage. Clear ആവുന്നുണ്ടോ? അപ്പോൾ you can create a demand, telling them
നമ്മുടെ കസ്റ്റമർ ഹി നെവർ തോട്ട് ഐ എം ഗോയിങ് ടു ബൈ ഇറ്റ്. അപ്പൊ ആ ഒരു ലെവലില് നമുക്ക് നമ്മുടെ സെയിൽസിനെ നീഡ് ബേസ്ഡ് ആയിട്ട് ഡിമാൻഡ് ബേസിന് അപ്പുറത്തുമായിട്ട് നമ്മളൊരു ക്രിയേറ്റ് ഡിമാൻഡ്. ഒന്നെന്ന് പറഞ്ഞാൽ നീഡ് ബേസ്ഡ് ആയിരിക്കും. ഡിമാൻഡ്, മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു നീഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് പേഴ്സണെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ കോർപ്പറേറ്റ് ട്രെയിനറിന് നമ്മൾ ചെയ്തു. ഇതേ ഒരു കാര്യം നിങ്ങൾക്ക് വേറൊരാൾക്ക് എന്താ പറയുന്നത് സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ആപ്ലിക്കബിൾ ആണോന്നില്ല. അപ്പൊ ഇതേ പ്രൊഡക്റ്റ് ഡിഫറെന്റ് ഇൻഡിവിജ്വലിന് നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ ഐഡന്റിഫൈ ദ കസ്റ്റമർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് കസ്റ്റമറിന്റെ നീഡ് ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റും നിങ്ങളുടെ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കാതിരിക്കുക, അപ്പൊ കോർപ്പറേറ്റ് ട്രെയിനറെ ഇയാള് പറ്റിച്ചല്ലോ. പറ്റിച്ചൊന്നുമില്ല. കാരണം ഇറ്റ്സ് എ ഫുഡ് മസാജ്, എനിബഡി ക്യാൻ യൂസ് ഇറ്റ്. വെദർ യു നീഡ് ഓർ നോട്ട്, ഇറ്റ്സ് അപ് ടു യു. കസ്റ്റമറിന്റെ തീരുമാനമാണ്. സാബു സാർ, എനിക്ക് ഏകദേശം ഞാൻ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വേറെ സാർ ചോദിച്ച ഡെമോ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ കറക്റ്റ് ഒരു യൂസറിനെ സംബന്ധിച്ചോളം അയാളുടെ നീഡും കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ അവിടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ഈ പറയുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ സാധ്യത കൂടാം എന്നല്ലേ പറയും? അതെ 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 അതെ. നമുക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു പുള്ളി പറയുന്ന സോളാർ വെക്കുന്ന കാര്യം പറഞ്ഞത്. ഞാൻ റെഫറലിലാണ് പറയാൻ പോകുന്നത്, ഡയറക്റ്റ് സപ്ലൈ അല്ല. ഐ ആം നോട്ട് എ പേഴ്സൺ ഹു സെൽസ് സോളാർ. അപ്പൊ ഞാൻ ഒരാളോട്, ഇപ്പൊ ഞാൻ സാബു സാറുമായിട്ട് സംസാരിച്ചു. സാബു സാർ പറയുന്നത്, എന്റെ വീട്ടിലൊന്ന് സോളാർ വെച്ചാൽ കൊള്ളാമെന്ന്, കറണ്ട് ചാർജ് ഭയങ്കര കൂടുതലാണ്, സോളാർ KSEBക്ക് സെല്ല് ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, സാർ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ സോളാറിന്റെ, സാർ ഒന്ന് വേണേ വിളിച്ചൊന്ന് ചോദിച്ചാന്ന് പറയും. ദ ബിസിനസ് കംസ് വിത്ത് റെഫറൽ സോഴ്സ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ യു നീഡ് ടു എഡ്യൂക്കേറ്റ്. അതാണ്, യു നീഡ് ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. ആർ യുവർ പ്രസൻസ് ആർ അവൈലബിൾ ലോക്കലി ഓർ ഗ്ലോബലി. മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റും നിങ്ങളുടെ സർവീസും തരാൻ പറ്റുന്ന ഒരു ലെവലിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ബിസിനസ് സംബന്ധമായ അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ചും ചില ട്രെയിനിങ് ടിപ്സ്, മെഡിറ്റേഷൻ, പാട്ടിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് 7 മണിക്ക് സാബു സാറിന്റെ സെഷനിൽ കയറിക്കൂ എന്ന് പറയണം. യു ആർ ഗിവിംഗ് സം സൊല്യൂഷൻസ് ടു ദ പീപ്പിൾ. You will get some insights on this. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അതിന്റെ ഒരു സാധ്യത കൂടുതൽ. ഇപ്പം വേറൊരു എക്സാമ്പിളോടെ ഞാൻ പറയാം. എനിക്ക് പക്ഷേ ഞാൻ ഈ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അതായത് ഡെമോ സാറ് പറഞ്ഞോണ്ടാണ് ഈ ഡെമോയുടെ ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളെല്ലാം എന്താ പറയുക, ഫ്ലാറ്റിൽ താമസിക്കുന്നവരല്ല വീട്ടിൽ താമസിക്കുന്നവരാണ്. നിങ്ങളെല്ലാം കിണർ വെള്ളം ഉപയോഗിക്കുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, സർ, മാഡം, നിങ്ങൾ കിണർ വെള്ളമാണ്? യെസ്, കിണർ വെള്ളം ശുദ്ധമായ ജലമാണ്. സർ, WHO റിപ്പോർട്ട് പ്രകാരം 90% വെൽ വാട്ടേഴ്സും കണ്ടാമിനേറ്റഡ് ആണ്. സാറിന് ഡയബറ്റിക്സ് ഉണ്ടോ? ചെറുതായിട്ട്. BP ഉണ്ടോ? ചെറുതായിട്ട്. കണ്ണിന് കാഴ്ച വല്ലതും ഉണ്ടോ? പിള്ളേർക്കൊക്കെ കണ്ണിന് കാഴ്ച കുറവ് വല്ലതും ഉണ്ടോ? സർ, യുവർ വാട്ടർ ഇസ് കണ്ടാമിനേറ്റഡ്. അതുകൊണ്ട് യു നീഡ് ടു യൂസ് എ വാട്ടർ ഫിൽറ്റർ. യു ക്യാൻ ഡെമോ ഇറ്റ്. എന്നിട്ട് കൊണ്ട് വെള്ളം കാണിക്കുന്നു, കിണറിന്റെ വെള്ളത്തിൽ കൊണ്ട് pH വാല്യൂ അവർ ചെക്ക് ചെയ്യുന്നു. അവരുടെ വാട്ടർ ഫിൽട്ടർ ചെയ്ത ശേഷം pH വാല്യൂ ശ്രമിക്കുന്നു, ഭയങ്കര ഡിഫറൻസ് കാണുന്നു. വാവ് അല്ലേ? വൈ ഷുഡ് ഐ ബൈ ഫ്രം യു എന്ന് പറഞ്ഞതിനുള്ളിൽ ദ സെയിൽസ്മാൻ ഹാവ് ടു പ്രൂവ് ചെയ്യണം
ഇറ്റ്സ് മൈ പ്രൊഡക്റ്റ് ഇസ് വാവ്. അല്ലെ, വൈ എന്ന് ചോദിക്കുന്ന കസ്റ്റമറെ കൊണ്ട് വാവ് എന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാന്റെ ഏറ്റവും വലിയ സ്കില്ല്. ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഞാനൊരു വെർച്വൽ ഡെമോ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണും. വാട്ട് ഇസ് ഹൗ ദ സെയിൽസ്മാൻ ഇസ് സെല്ലിംഗ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഹി അഡ്രസ് ദ പ്രോബ്ലം. അതിനുശേഷമുള്ള സൈഡ് എഫക്ട്സ് ആണ് പുള്ളി പറഞ്ഞത്. ഈ ഒരു കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയെല്ലാം രോഗങ്ങളാണ് വന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പോകാം. നിങ്ങൾ ഒരു ആശുപത്രിയിൽ എത്ര രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു? അപ്പം തന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് നെഗ്ലിജൻസ് കയറ്റിയെടുക്കാം, അല്ലെ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് നിങ്ങൾ ഈ ഒരു ഫിൽട്ടർ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും ലാഭിക്കാമായിരുന്നു. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ when we are focusing on the benefits the customer is going to get, the sales എന്താ പറയുന്ന കിട്ടാനുള്ള ചാൻസ് വിൽ കീപ് ഇൻക്രീസ്. ഇപ്പൊ കസ്റ്റമറിനെ പഠിക്കുക, അവരുടെ ബെനിഫിറ്റ്സ് പറയുക, അവർക്ക് വന്ന ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കാഞ്ഞത് കൊണ്ട് വന്ന നഷ്ടങ്ങളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ചുമ്മാതെ പോയി ആദ്യം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടോ, മനസ്സിലാക്കിയോ എന്നുള്ള രീതിയിലല്ല. സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. സെയിൽസ് ഈസ് പ്യൂർലി ഓൺ സിറ്റുവേഷൻ ബേസിസ്. സ്ക്രിപ്റ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബേസ്ഡ് ഓൺ ദ നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമറുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സെയിൽസിന്റെ സ്ക്രിപ്റ്റ് മാറ്റേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ കഴിവ് സെയിൽസ്മാൻ. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, എന്റെ പ്രൊഡക്റ്റ് സെല് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോയി, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് സുഖമായിട്ട് സെല് ചെയ്യാൻ സാധിക്കും. കസ്റ്റമർക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് യു നീഡ് ടു ക്രിയേറ്റ് എ ട്രസ്റ്റ്. അപ്പോൾ അതിന് എന്താ പറയുന്നത്, ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചോളം വളരെ ഇംപ്രസീവ് ആയിരിക്കണം വാട്ട് ഹി സ്പീക്സ്. അതിനുശേഷം സർ സ്മോക്കിംഗ് ഈസ് വെരി ഡേഞ്ചറസ്, ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞതിന് ശേഷം സെയിൽസ്മാൻ വെളിയിൽ വന്നിട്ട് 2 എണ്ണം വലിച്ചു കഴിഞ്ഞാൽ അവന്റെ പോയില്ലേ, ട്രസ്റ്റ് പോയില്ലേ. കമ്പനിയെ കുറിച്ചുള്ളതും അവനെ കുറിച്ചുള്ള ട്രസ്റ്റ് പോയി. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് സെയിൽസ്മാൻ, പ്രത്യേകിച്ച് ബിസിനസ്സുകാരൻ, ഒരു സ്പീക്കർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നും ചെയ്യാത്ത കാര്യങ്ങളെ എന്ന് പറയുന്നത്, നിങ്ങൾ ആരും മദ്യപിക്കരുത്, നിങ്ങൾ സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞ ശേഷം മാറി നിന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും the trust of the salesman, trust with the company will lose. വളരെ കെയർഫുൾ ആയിട്ടാണ് ഒരു സെയിൽസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു സെയിൽസ് തന്നെ വളരെ ലെവലിൽ, എന്താ പറഞ്ഞാൽ മൈക്രോ ലെവലിലും എന്താ പറയുന്നത് ലെവലിലും നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. ചില പ്രൊഡക്റ്റുകളാണ് ഫാമിലിയെ ഒന്നിച്ച് തന്നെ സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ? പ്രത്യേകിച്ച് ഇൻഷുറൻസ് പ്രൊഡക്റ്റ്, മെഡിക്കൽ പ്രൊഡക്ട്സ്, ബെനിഫിറ്റ്സ്. You will inform the benefits to the wife and the children. So there is a percentage of എന്താ പറയുന്നത്, നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള പെർസെൻറ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊരു ബിസിനസ്സിനും അതിന്റെ സിറ്റുവേഷൻ ഉണ്ട്, സ്ക്രിപ്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ പ്രൊഡക്റ്റ് സെലക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. സെലക്ഷൻ ഓഫ് പീപ്പിൾ, സെലക്ഷൻ ഓഫ് മാർക്കറ്റ്, സെലക്ഷൻ ഓഫ് പ്രൈസ്, സെലക്ഷൻ ഓഫ് ദ ഏരിയ, സെലക്ഷൻ ഓഫ് പീപ്പിൾസ് ഇമോഷൻസ്. ചിലർക്കൊക്കെ ഇമോഷനാണ്, സർ ഇത് കാരണം എന്റെ കുടുംബത്തിലെ ഇന്നാക്ക് ഇന്ന പോലെ സംഭവിച്ചു, സാറിന് അത് സംഭവിക്കരുത്. സീ ദിസ് ഇമോഷൻസ്, യു വിൽ ആഡ് ദാറ്റ്. അങ്ങനെ കുറെ ടെക്നിക്സ് ഉണ്ട് സെയിൽസിന്റെ. ഇമോഷൻസ് ഞാൻ എന്റെ സെഷൻ ഇന്ന് ഇല്ലാത്തത് കൊണ്ടാണ്, കാരണം എന്ന് പറയാൻ 1 മണിക്കൂർ കൊണ്ട് അധികം പറയാൻ പറ്റത്തില്ലല്ലോ. ഡീറ്റെയിൽ ആയിട്ടുള്ള 1 ഡേ സെഷൻ വരുമ്പോഴാണ് ഇമോഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് പറയുന്നത്. ഇമോഷൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ സൗണ്ട് ഉണ്ട്, ടൊണാലിറ്റി, പറയേണ്ട ഭാഗത്ത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുന്നു, പോസ് ചെയ്യേണ്ട ഭാഗത്ത് പോസ് ചെയ്ത് എങ്ങനെ പിച്ച് ചെയ്യണം എന്നുള്ളത് കൃത്യമായി പറയും. അതുപോലെ യൂസിങ് ദ ബെസ്റ്റ് പെൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്.
ഏറ്റവും വിലയേറിയ ഒരു പെന്ന് അദ്ദേഹത്തിന് കൊടുത്തു കഴിയുമ്പോൾ പറയുന്നു, ദിസ് ഇസ് ദ പെൻ ഐ ഓൺലി യൂസ് ഫോർ ദ സൈനിങ് ദ കോൺട്രാക്ട്. അതുപോലും വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ബിസിനസ് കാർഡിന്റെ പ്രിന്റ് ചെയ്യുന്ന കളറും കൊടുക്കുന്ന രീതിയും എല്ലാം ഗീവ്സ് ആൻ, ഇതിനൊക്കെ ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ട് സെയിൽസിന്. ഇപ്പൊ ഈ സെയിൽസ് മാനേജ്മെന്റ് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ പോയിന്റ് സിസ്റ്റം ഉണ്ട്. ഞങ്ങൾ പോയി സെല് ചെയ്തിട്ട് വരുന്നത് എന്തോ പോയിന്റ്. ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്ന ആൾക്ക് ദേ നോ ദാറ്റ് ദർ ഇസ് എ, നമുക്ക് ഓരോ ലെവലുകളുണ്ട്. ബിസിനസ് കാർഡ് കൊടുക്കുന്ന രീതി, നിൽക്കുന്ന രീതി, ബിസിനസ് കഴിഞ്ഞിട്ട് പുറംതിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ് ഇസ് നോട്ട്, ഡോണ്ട് ഡു സച്ച് തിങ്സ്. മേക്ക് എ ഗുഡ് റിലേഷൻഷിപ്പ്. ഡു കോൾ ദം ഹൗസ് യുവർ പ്രൊഡക്റ്റ്. ഇതെല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് the sales is completed. Okay, thank you, sir. Thank you. Okay, thank you, sir. നല്ല മനോഹരമായ എക്സ്പ്ലെയിൻ ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു ടോപ്പിക്കുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ടോപ്പിക്ക് നമ്മൾ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ടോപ്പിക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിനെ നമുക്കൊരു കേസ് സ്റ്റഡി പോലെ എടുത്തുകൊണ്ട് എങ്ങനെ അതിലൂടെ അതിൽ ഈ സാറ് പറഞ്ഞ 3 ഏരിയകൾ ആയിട്ട് പറഞ്ഞ ഐഡന്റിഫൈ എന്ന് പറഞ്ഞ പോലെ 3 ഏരിയകൾ എങ്ങനെ നമുക്ക് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. തീർച്ചയായിട്ടും വളരെ എക്സാമ്പിൾ സഹിതം കേസ് സ്റ്റഡിയിലൂടെ മുന്നോട്ട് പോകാം. ആർക്കെങ്കിലും അങ്ങനെ ഒരു പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം കിട്ടാം. ഒരു കേസ് സ്റ്റഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഞാൻ കേസ് സ്റ്റഡി പറയുമ്പോൾ ബുക്സിൽ പറയാറില്ല, ഞാൻ എന്റെ ലൈഫിലെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ബോംബെയിലെ ടെക്സ്റ്റൈൽ ആയിരുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്കൊക്കെ എന്താ ദീപാവലി സമയത്ത് സരസ്വതി ദേവിയുടെ പടമുള്ള സിൽവർ കോയിൻ കിട്ടുമായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ മഹാരാഷ്ട്രയിൽ ഇങ്ങനെ സെയിൽസിന് ഡീലേഴ്സിന്റെ അടുത്ത് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഡീലേഴ്സ് നമുക്ക് ചില കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകും. അപ്പം ഞാന് കുറച്ച് ഈ ഒരു കോയിൻസ് കൈ എടുത്തിരുന്നു. അപ്പം എനിക്കൊരു പ്രത്യേക സമയത്തിൽ എനിക്ക് ഫീൽ ചെയ്തു ഹി ഈസ് എ ഗുഡ് ബിലീവർ. ഈ ഒരു സരസ്വതി ദേവിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് എന്താ പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പുള്ളിയുടെ ഷോറൂമിൽ കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ പുള്ളി പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ആസ് എ ടോക്കൺ ഓഫ് യുവർ പർച്ചേസ് വി വാണ്ടഡ് ടു ഗിവ് ദിസ് എന്നും പറഞ്ഞ് ആ ഒരു കോയിൻ കൊടുത്തു. കോയിനോട് ഹി വാസ് സോ ഹാപ്പി. ഞാൻ ഇത് ഈ ഒരു വേദിയിൽ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കല്ലേ, he has doubled the price, doubled the purchase അദ്ദേഹം. കാരണം ഈ ഒരു ഫോട്ടോ കറക്റ്റ് ആപ്റ്റ് ടൈമിലാണ് കൊടുത്തത്. ഇതെന്റെ ലൈഫിൽ ഞാൻ കണ്ടോണ്ടിരുന്നത്. എന്റെ കൂടെ എന്റെ മാനേജറുണ്ട്, പുള്ളി ഇങ്ങനെ ഞെട്ടിപ്പോയി. ഇത് ഒരിക്കലും ഞാനും എനിക്കറിയത്തില്ല, ഞാൻ ട്രൈ ചെയ്ത്. കാരണം ഞാൻ അങ്ങനെ വലിയ ഇതിനകത്ത് വലിയ സെയിൽസ് ടെക്നോളജി ഒന്നും യൂസ് ചെയ്തൊന്നും അല്ല. സിമ്പിൾ ആയിട്ട് ഇദ്ദേഹം ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്, അത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് he was the emotions of the customer was awesome. അതിന് പുള്ളി എന്താ പറയുക പ്രതിഫലമായിട്ട് നിന്നതാണ് ആ ബിസിനസ് ഒന്നുകൂടെ into 2 ചെയ്തു. കാരണം we never know how the customer is going to respond. അതാണ് സിറ്റുവേഷൻസ് ഒക്കെ നോക്കണം. ഇൻ ആൻഡ് അറൗണ്ട് അദ്ദേഹം ഏത് ഭക്തനാണെന്നുള്ളത് അല്ലേ. വേറൊരു ഏതൊരു ഇന്റർവ്യൂവിന് ഏതോ ജഗദീഷ് പോകുന്ന ക്രിക്കറ്റിനെ കുറിച്ചെല്ലാം പഠിച്ചിട്ട് പോയി അവിടെ ചെന്നിട്ട് ക്രിക്കറ്റ് ഇഷ്ടമല്ലാത്ത ഒരു മോന് അപ്പനാണ് വന്നത്. അവിടെ ചെന്ന് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിച്ച് പുള്ളിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ സെയിൽസ്. അപ്പൊ അതിനനുസരിച്ച് കസ്റ്റമറുടെ നീഡ് ഓൾവേസ് അലോ ദ കസ്റ്റമർ ടു സ്പീക്ക്. അപ്പൊ കസ്റ്റമറിന്റെ നീഡ്സും കസ്റ്റമറിന്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ യു ക്യാൻ റിലേറ്റ് യുവർ തിങ്സ് വിത്ത്. പിന്നെ സൗത്ത് ഇന്ത്യനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു. സൗത്ത് ഇന്ത്യ ഇങ്ങനെ ഗ്രീനറി ആണ്, അത് ഇതാന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് മേക്ക് സം കൈൻഡ് ഓഫ് എ റാപ്പോ വിത്ത് ഹിം. അങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത്. ഇതൊക്കെയൊക്കെ പറഞ്ഞു പറഞ്ഞാൽ കസ്റ്റമറിന് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് അപ്പോൾ ബിസിനസ് നമുക്ക് മുന്നോട്ട് വരുന്നത്. ഇതൊക്കെയൊക്കെ എന്റെ പേഴ്സണൽ കേസ് സ്റ്റഡീസ് ഒക്കെയാണ്. പിന്നെ അതുപോലൊരു കേസ് സ്റ്റഡിയാണ് ഞാൻ അതും എന്റെ ലൈഫിൽ വന്നത്. ഞാൻ മറ്റേ അരാമിക്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് ഫ്രൈഡേന്ന് പറഞ്ഞാൽ ഗൾഫിലായിരുന്നു. ഫ്രൈഡേയിൽ ഐ ഗോട്ട് എ കോൾ. നോർമലി ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഹോളിഡേ ആണ്. അന്ന്
എന്ന് പറയുന്നത് US-ലുള്ള എന്താ പറയുന്നത് ഷോപ്പ് ആൻഡ് ഷിപ്പ് എന്നും പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അതായത് US-ൽ കുറെ പുള്ളിയുടെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഒന്നിച്ച് ഷിപ്പ് ചെയ്യും. അതായത് വീക്ക്ലി വൈസ് കൺസോൾഡേറ്റ് ചെയ്താണ് ഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ പുള്ളി വാങ്ങിച്ച പർച്ചേസ് ഡേറ്റും ഡെലിവറി ഡേറ്റും നോക്കുമ്പോൾ ബിഗ് ഡിഫറൻസ് ആണ്. അന്ന് ആരും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അന്നത്തെ റിസപ്ഷൻ ഒരു ശ്രീലങ്കനായിരുന്നു. പുള്ളി എന്റെ നമ്പരാണ് കൊടുത്തത്. എന്നെയാണെങ്കിൽ പട വിളിയോട് വിളി. എനിക്കന്ന് ഫ്രൈഡേ ആണ്, ഞാൻ കിടന്ന് ഉറങ്ങാമെന്നുള്ള വിചാരിച്ചിരുന്നപ്പോൾ ഫോൺ വരുന്നു. അറബിയാണ്, കേൾക്കേണ്ടിയെല്ലാം ഞാൻ കേട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പോയേക്കാം, ഏതായാലും സെയിൽസിൽ ഇറങ്ങിയതല്ലേ, ലെറ്റ്സ് ട്രൈ ടു സോൾവ് ഹിസ് പ്രോബ്ലം. നാളെ മാനേജർ ചോദിക്കും നിനക്കൊരു ഫോൺ ചെയ്തിട്ട് നീ എന്ത് സൊല്യൂഷൻ ആക്ഷൻ എടുത്തു എന്ന് വിചാരിച്ചു. ചുമ്മാ പോയേക്കാന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് എല്ലാം ചെക്ക് ചെയ്ത് ട്രാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഷിപ്മെന്റ് ടുനൈറ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അറബിയെ വിളിച്ചു പറഞ്ഞു, നമ്മൾ സർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ ഉടനെ കയറി ഡയറക്ട് ഫ്ലൈറ്റ് ഫ്രം USA ടു ദുബൈ ആണ് വരുന്നത്. ടുമോറോ മോർണിംഗ് വിൽ ട്രൈ ടു ഡെലിവർ യുവർ ഷിപ്മെന്റ്. ഐ പേഴ്സണലി കമന്റ്, ഐ വിൽ നോട്ട് സെൻഡ് എനി കൊറിയർ ബോയ് ടു യു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ടൈയും കോട്ടും ഒക്കെ ഇട്ട് പോയി. എന്റെ കയ്യിൽ കോട്ടൊന്നും ഇല്ല, അന്ന് കല്യാണം കഴിക്കാഞ്ഞുകൊണ്ട് കോട്ട് നമ്മൾ സാധാരണ രീതിയിൽ കോട്ട് ഇടുന്നു. പിന്നെ ഒരു ബ്ലേസറാണ്, ഇന്ത്യയിൽ പഠിക്കുന്ന സമയത്ത് അതൊക്കെ നരച്ചു പോയിരുന്നു. അങ്ങനെ എല്ലാം കെട്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, ഡു യു ഹാവ് എൻ അപ്പോയിന്റ്മെന്റ്? യെസ് മാം. അരാമെക്സിൽ നിന്നാണ് വന്നത്. എന്തെങ്കിലും തരാനാണ് ഇവിടെ വെച്ചിട്ട് പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വെച്ചിട്ട് പോകാനല്ല, ഐ ഹാവ് എൻ അപ്പോയിന്റ്മെന്റ് വിത്ത് CEO. അപ്പൊ സാധാരണ ഒരു കൊറിയറിനെ ഞാൻ ഗിഫ്റ്റ് പാക്കേജ് പോലെ ആക്കി. See this. Then I got a chance to deliver that shipment instead of Aramexന്റെ നോർമൽ കവറിൽ നിന്ന്, പ്ലാസ്റ്റിക് കവറില്ലേ ഡെലിവറി ചെയ്യുന്നത്, അതിന്റെ മുകളിൽ ഞാൻ ഒരു റാപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഗിഫ്റ്റ് പോലെ ആക്കി. I just given. He was so happy. He asked me to sit. പുള്ളിയുടെ മറ്റേ റൂം എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി ബിഗ്. ഇറ്റ്സ് എ ലോക്കൽ ഗൈ. ടു ബി വെരി വെൽ 32 കമ്പനിയുള്ള ഓണറാണ് ഞാൻ മീറ്റ് ചെയ്തത്. അന്നേരമാണ് ഞാൻ the problems are always there. If you do the solutions to the problem, the world, the universe will help you. Universe will help you because you need to step. അതായത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം, എന്നാലേ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ആ സ്റ്റെപ്പ് ഞാൻ വെക്കാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേറൊരു കൊറിയർ റിസപ്ഷനിൽ വെക്കാതെ. അതുകൊണ്ട് ടു ബി വെരി ഫ്രാങ്ക്, ആ കമ്പനിയുമായിട്ട് ഞങ്ങൾ MOU സൈൻ ചെയ്ത് 32 കമ്പനിയുടെ ബിസിനസ് ഒറ്റയടിക്ക് കിട്ടി. ബിക്കോസ് യു സോൾവ് ദ പ്രോബ്ലം. അന്ന് എന്നെ സംബന്ധിച്ചോളം ടാർഗറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പ്രയാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ 1 വർഷത്തെ ടാർഗറ്റ് ഒറ്റയടിക്ക് അച്ചീവ് ചെയ്തു. സോ നമ്മൾ കാണുമ്പോൾ പ്രോബ്ലംസ് ഇത്രയേ ഉള്ളൂ. ബട്ട് വെൻ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ട്രൈങ് ടു സോൾവ് ദിസ്, entire universe is going to help you. That's my എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ അതിന് കേൾക്കാനും കാണാനും നമ്മുടെ കണ്ണുകൾ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഓളങ്ങളെ കാണുമ്പോൾ ചിലർക്ക് പാട്ട് എഴുതാൻ തോന്നും. ഓളങ്ങളെ കാണുമ്പോൾ അതിനകത്ത് മീനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. ഓരോരുത്തരുടെ ഓരോ തിങ്കിങ് ആണ്. അതിനനുസരിച്ച് അദ്ദേഹം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനായിട്ട് മാറിയത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പോയറ്റായിട്ട് മാറിയത്. അപ്പൊ അത് കണ്ട് വെള്ളത്തിൽ കാല് വിട്ട് കളിച്ചിട്ട് തിരിച്ചു വരുന്ന നമ്മളെ സംബന്ധിച്ചോളം ഇതൊന്നും നമ്മളും പോയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കാല് വെച്ച് നടന്നു കാണും, തിരിച്ചു വന്ന് കാണും, അത്രേ ഉള്ളൂ. അതിനുള്ള കാഴ്ച മാത്രം പോരാ, കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ ചേഞ്ച്. 2-3 കേസസ് സ്റ്റഡീസ് ആയി. അത് ആക്ച്വലി ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല, കാരണം എന്റെ സ്വന്തം അനുഭവം ആയതുകൊണ്ട് ഐ കുഡ് ഏബിൾ ടു റിലേറ്റ് ഫാസ്റ്റർ. നമ്മളിപ്പോ ബുക്ക് നോക്കി കഴിയുമ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഒരു ലൈഫില് 25 വർഷവും സെയിൽസ് ഓറിയന്റഡ് ആയിരുന്നു. ബിസിനസ് ഡെവലപ്മെന്റ്, ജനറൽ മാനേജ്മെന്റ്, ഡയറക്ടർ. പക്ഷെ സെയിൽസിൽ ഒരു ദിവസം പോലും, ഞാൻ ഡയറക്ടർ ആയിരുന്ന സമയത്ത് പോലും ഒരു ദിവസമെങ്കിലും കസ്റ്റമറെ കാണാൻ പോകാതിരുന്നിട്ടില്ല. ബിക്കോസ് സെയിൽസിലുള്ള ആൾക്കാരെ എന്ത് വിവരമാ കൊണ്ടുതരുന്നെന്ന് മണ്ടയ്ക്കിരുന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല. യു നീഡ് ടു ഗോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദ മാർക്കറ്റ്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും എഴുതി തന്നു, സർ മാർക്കറ്റ് ഈസ് വെരി ബാഡ്,
market is not good, it's not performing. It's not that you need to go. ഓക്കെ, താങ്ക് യു സാർ. ജോർജ് സാർ പറയും. താങ്ക് യു സാർ. സുധീർ സാർ, പറഞ്ഞോളൂ sir. വണ്ടർഫുൾ പ്രസന്റേഷൻ. വാസ്തവത്തില് അഭിനന്ദനം പറയാതിരിക്കാൻ വയ്യ. Thank you sir. എനിക്ക് ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കാം ഞാനിതൊക്കെ അത്ഭുതത്തോടെ കേട്ടിരിക്കുന്നത്. വാസ്തവത്തില് എന്ത് തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുക, മർമ്മം നോക്കി പ്രയോഗിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമറെ കൈകാര്യം ചെയ്യാനുള്ള വിദ്യകൾ സാറ് പലത് പറഞ്ഞു. 26 അക്ഷരേ ഇംഗ്ലീഷിലുള്ളൂ, പക്ഷെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് ഉള്ള നോളജ് പോലെ തന്നെ എന്തുമാത്രം വിശാലത സാധ്യതകൾ സാറിപ്പോ പറഞ്ഞ്. ആ വാട്ടർ പ്യൂരിഫയറിന്റെ കഥ പറഞ്ഞത് കേട്ടോ, വളരെ 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 ഭംഗിയായി പോയി, വളരെ രസകരമായി പോയി. ഞാനത് ശരിക്കും ആസ്വദിച്ചു. കാരണം വെച്ചാൽ മറ്റ് ബാക്കി തിയറിറ്റിക്കൽ സൈഡ് പറഞ്ഞ പോലെയല്ല, റിയൽ ഫാക്ട് ശരിയാണല്ലോ. കിണർ വെള്ളം നമ്മൾ അഭിമാനത്തോടെയാ പറയാ, നല്ലത് ശുദ്ധമായ വെള്ളം. പക്ഷെ കൃത്യം തട്ടുവാണ്. അപ്പോ ഓരോ പ്രാവശ്യം ട്രിഗർ ചെയ്യുമ്പോഴും ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് അപ്സെറ്റ് ആവും. തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഞാനതിൽ കൂടെ എങ്ങനെ കടന്നു പോയതുപോലെ തോന്നുക. പക്ഷെ വേറൊന്നും മേടിച്ചു വെക്കുന്നില്ല. എന്നിരുന്നാലും കറക്റ്റാണ്. ഈ ഡോർ ടു ഡോർ ബിസിനസ് ആയിട്ട് വൈകുന്നേരം സന്ധ്യാ നേരത്തിനൊക്കെ അടുത്ത് ചില പിള്ളേര് വരും. അയ്യോ, അവരെന്തല്ല പറയുന്നത്, ഏതാ അന്യനാട്ടിൽ നിന്ന് വളരെ ദൂരത്ത് കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെയാ വന്നിരിക്കുന്നത്, ഇതൊന്ന് വിറ്റിട്ട് വേണമെന്ന് അത്താഴം കഴിക്കാന്നുള്ള വിധത്തിലാ പറയുക. നമ്മൾക്ക് അപ്പൊ തന്നെ തോന്നും, ഒരു കാലഘട്ടം ഞാനും വിഷമം നടന്നതല്ലേ, എന്തെങ്കിലും വാങ്ങിക്കാം. അവര് കൊണ്ടുവരുന്ന തേയിലയോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമോ പറഞ്ഞാൽ പലപ്പോഴും അതൊന്നും ഇല്ല, കുറെ പ്ലാസ്റ്റിക് പാത്രമൊക്കെ ആയിരിക്കും. അതൊന്നും വേണ്ട മക്കളെ, ഇതൊക്കെ ഇവിടെ ഒത്തിരിയാ, ഇനി ഇതൊന്നും ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുക്കമാണ് തേയിലയൊക്കെ എടുത്തുകൊണ്ട് വരിക. അത് MRP ഒക്കെ അടിച്ചിരിക്കുന്ന വളരെ കൂടുതലായുള്ള കമ്പനികളുടേതൊക്കെ അവർ കൊണ്ടുപോകാൻ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കും. പക്ഷെ സത്യത്തില് അവരും പ്രയോഗിക്കുന്നത് ഈ നോ കേൾക്കാനെന്ന്. ഒരു കുട്ടി എന്നോട് പറയാ, സാറേ ഈ നോ കേൾക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞാ വിട്ടിരിക്കുന്നത്, നോ റിജക്ഷൻ, അതിനെ നിങ്ങൾ കേട്ട് പഠിക്കണം, മടിക്കരുത്, പിന്നെയും കേൾക്കണം, എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറഞ്ഞാ വിട്ടത്. ഒരു കുട്ടി പോകാൻ നേരത്ത് പറയാ, അത് കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ അത്താഴത്തിനുള്ളതെങ്കിലും ആവട്ടെ എന്ന് കരുതി വൈഫും പറഞ്ഞു, എന്ത് സിമ്പതി തോന്നി, പെട്ടെന്ന് വിട്ടു അവര്. അല്ലെ പറഞ്ഞു വന്ന ഈ തന്ത്രങ്ങൾ ഭയങ്കരമാണ്. ബിസിനസ് മുഴുവൻ, എന്നോട് ഒരിക്കലും ആരോ പറഞ്ഞു, ആ കാണുന്നവന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാജിക്കാണ് ബിസിനസ് എന്ന്. വാസ്തവത്തിന് ഇപ്പൊ കേട്ടപ്പോ അതിന്റെ പ്രയോഗങ്ങളാണ് സാറ് പറഞ്ഞു വന്നതിലൂടെ കിട്ടിയത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. Thank you sir for your kind words. സാറ് പറഞ്ഞപ്പോൾ നോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നോയുടെ ഒരു ഫുൾ ഫോം കൂടെ ഞാൻ പറയാം. അത് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴല്ലേ. നോ മീൻസ് ഫോർ എ സെയിൽസ് പേഴ്സൺ, നോ മീൻസ് നെഗോഷിയേറ്റ് ദ ഓപ്പർച്യൂണിറ്റി. N for negotiate the opportunity. No പറഞ്ഞിട്ടുണ്ടെങ്കിൽ that means there is a chance to negotiate the opportunity. അപ്പൊ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്റെ ബോംബെയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ സെയിൽസ് മാനേജർ പറഞ്ഞ അതിലൂടെ ഞാൻ സാർ പറഞ്ഞതിനോട് ആഡ് ചെയ്ത് പറയാം. സെയിൽസ് ഞാൻ പറഞ്ഞു, ആ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ട്, എന്നെ അനുവദിക്കുന്നേയില്ല, പല പ്രാവശ്യം പോയി ഫോൺ എടുക്കുന്നതല്ല, അവർ അപ്പോയിന്റ്മെന്റിന് പറ്റത്തില്ല. സുദേവ്, you are not a good salesman. എൻ്റെ അടുത്ത് പറഞ്ഞു, good salesman, if you are thrown out of the door, you have to enter from the window. നിങ്ങളെ ഡോറിനകത്തുനിന്ന് പുറത്താക്കിയാൽ നിങ്ങൾ ജനൽ വഴി അകത്ത് കയറൂ. ഇനി ജനൽ വഴി പുറത്താക്കിയാൽ നിങ്ങൾ വെന്റിലേറ്റർ കൂടെ അകത്ത് കയറൂ. സെയിൽസ്മാൻ നോട്ട് ടേൺ ബാക്ക്, വി നീഡ് ടു ഫോക്കസ്. കാരണം ഞാൻ ആ കസ്റ്റമറെ പിന്നെ കിട്ടി എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞത്, നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നതിനെക്കാട്ടും നല്ലത് there is a chance to negotiate the opportunity. അപ്പൊ അങ്ങനെ പോകുന്നതാണ് സാറിന്റെ ഒരു വളരെ എന്താ പറയുന്നത്, വാക്കുകൾക്ക് വളരെ നന്ദി. പിന്നെ ഇത് ഞാൻ സ്ട്രക്ചർ ആയിട്ട് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതൊരു സെയിൽസ് ക്ലാസ് അല്ല, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയതുകൊണ്ട് ഞാൻ
അങ്ങനെ പറയും. സെയിൽസ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഗ്രേഡ് ആയിട്ട് പോയി ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് പറയും. മറ്റേ ഒരു ഇമോഷൻസ് പറയുന്നത് ചിലർ പറയും, സാറേ എങ്ങനെയും സാറേ ഇങ്ങനെ വയറ്റ് സാറ് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയും ഇതൊന്ന് വിറ്റിട്ട് വേണം ചെയ്യാൻ. ആ ഒരു ടെക്നോളജി ഉണ്ട്. അതൊരു സെയിൽസ് സ്ട്രാറ്റജിയാണ്. ഇമോഷൻസ് വർക്ക്ഔട്ട് ചെയ്യും. നമ്മൾ ചില കേസ് സ്റ്റഡി പറയും, എന്റെ ആൾക്കാർക്ക് ഇന്ന് സംഭവിച്ചു, അത് സാറിന് സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങള്. ഇൻഷുറൻസുകാരൊക്കെ പറയുമല്ലോ, ഇൻഷുറൻസുകാർ പറയും. യെസ് യെസ് കറക്റ്റ്. നന്നായിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു സാർ. താങ്ക് യു സാർ. എന്തെങ്കിലും സാർ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കേസ് സ്റ്റഡി പ്രസന്റേഷൻ. ഞാൻ അത് തുടങ്ങാഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്ട്രാറ്റജീസ് ഒന്ന് തീർന്നിട്ട് നമുക്ക് കേസ് സ്റ്റഡി, ഓരോ കമ്പനിയുടെ കേസ് സ്റ്റഡീസ് കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഏകദേശം അപ്പൊ എങ്ങനെയാണ് പല ടൈപ്പ് ഓഫ് സെയിൽസ് സ്ട്രാറ്റജി വന്നു, ബ്രാൻഡിങ് സ്ട്രാറ്റജി വരും, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരും, ഓപ്പറേഷൻ സ്ട്രാറ്റജി വരും. അങ്ങനെ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ കേസ് സ്റ്റഡിയിലോട്ട് പോകുമ്പോൾ അപ്പം നമുക്ക് വളരെ ഈസി ആയിരിക്കും. എന്തായാലും നന്നായി. നല്ല പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരാനുള്ളവർക്ക് നല്ല മാർഗദർശനമാണ് സാറിന്റെ ക്ലാസ്. സാറേ ഞാൻ ഇവിടെ പല കോളേജിലൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് സെയിൽസ് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു സെയിൽസിൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഗ്രോത്ത് ഫാസ്റ്റ് ആയെന്ന് ഞാൻ പലപ്പോഴും പറയും. കാരണം എന്ന് പറഞ്ഞാൽ സെല്ലിങ് ഒരാൾക്ക് ഒരു ബ്രാഞ്ചിന്റെ ചാർജ് എടുത്തുള്ളൂ. കാരണം ബ്രാഞ്ചിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക്. ഒരു അക്കൗണ്ടന്റിനോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനിൽ ഇരിക്കുന്ന ഒരാൾക്കും ബ്രാഞ്ചിന്റെ ചാർജ് കൊടുക്കത്തില്ല, ബ്രാഞ്ച് മാനേജർ ആകത്തില്ല. കാരണം ബ്രാഞ്ച് മാനേജർ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ബ്രാഞ്ചിലെ ഓപ്പറേഷൻ ഇരിക്കുന്നവരും റിസപ്ഷനിസ്റ്റിനും ഉള്ളതിനുള്ള കാശ് അവൻ സെല്ല് ചെയ്തെങ്കിലേ കൊണ്ടുവരത്തുള്ളൂ. ദാറ്റ് മീൻസ് ഗ്രോത്ത് ഫാസ്റ്റ് ആയി. എന്റെ കൂടെ ജോയിൻ ചെയ്ത അക്കൗണ്ട്സ് ഉണ്ട്, അവര് സീനിയർ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ബ്രാഞ്ച് മാനേജറായി. ബിക്കോസ് ഐ ആം ബ്രിങ്ങിങ് ബിസിനസ് ടു ദ കമ്പനി. അങ്ങനെയുള്ളവരെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കത്തുള്ളൂ, അല്ലേ? ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ ഓരോ താലന്തിനനുസരിച്ചാണ് നമുക്ക്, കഴിവനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന താലന്ത്. അല്ലെ പിന്നെ ഒരാൾക്ക് 1 താലന്തും 5 താലന്തും 10 താലന്തും കൊടുക്കത്തില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. നല്ല ടോർച്ച് അടിച്ച് കാണിക്കും പോലെയാണ്. കറക്റ്റ് ഇതേ കണ്ടോ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ സെഷന് ഞാൻ എറണാകുളത്ത് പോയി കഴിഞ്ഞപ്പോഴേ ശരിക്കും നമ്മള് സ്ട്രാറ്റജീസ് പലതുണ്ട്, നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള. ഒരു ടെലിഫോൺ മാർക്കറ്റിംഗ് ഉണ്ട്, ടെലിഫോണിക് സെയിൽസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നില്ല. ഒരു ദിവസം 10 പേരെ ഒന്ന് ഫോണിൽ വിളിച്ചാലോ? ഒരു സെല്ല് ചെയ്യുന്നതാണ് ഓക്കെ, ഇഷ്ടം പോലെ ബിസിനസ് ഉണ്ട്, പക്ഷെ ഒരു അരമണിക്കൂർ മാറ്റിയെടുത്ത് ഒരു 10 പേരെ വിളിക്കുക, ചെയ്യത്തില്ല. 10 പേർക്ക് പോസ്റ്റ് അയക്കുക. അപ്പൊ എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വശത്തൂടെ നമുക്ക് ബിസിനസ്. ചിലര് പറയുന്നു അയ്യോ ഒന്നും വരുന്നില്ല, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്ര രൂപയാണ് സ്പെൻഡ് ചെയ്തത്. ഞാൻ ചോദിച്ചു ഫിസിക്കലായിട്ട് നീ എത്ര പ്രാവശ്യം ആൾക്കാരെ വിളിച്ചു? അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നാണക്കേടാ, ഞാൻ CEO. ഞാൻ പറഞ്ഞു എത്രയോ പ്രാവശ്യം എനിക്ക് വേറെ വിളിക്കാന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇനി എന്റെ ബോസിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ശബ്ദം മാറ്റി ഞാൻ പറഞ്ഞു. അതൊരു തന്ത്രമാണ്. നമ്മള് ജീവിക്കണ്ടേ, ബിസിനസ് കിട്ടണ്ടേ? അപ്പൊ നമുക്ക് നമ്മളോടൊരു ആത്മാർത്ഥത വേണം, ഉണ്ടെങ്കിൽ ബിസിനസ് നടക്കും. ഒരു നോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിജക്ഷനോട് കൂടി തന്നെ ഉപേക്ഷിച്ച് പോകുന്നവരാണ് അധികം പേര്. കാരണം അതിനോട് എതിർക്കാൻ പിടിച്ചു നിൽക്കാനുള്ള കരുത്തില്ല. സാറേ ഞാൻ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം IIM പഠിക്കണമെന്നുള്ളതാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. അതിനു വേണ്ടി പഠിച്ച അന്ന് IIM 3 IIM ഉണ്ടായിരുന്നു. അപ്പൊ മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്കൊരു IIM കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാലും ഞാൻ പരിശ്രമിച്ചു, എനിക്ക് കിട്ടിയില്ല. പൂനെ യൂണിവേഴ്സിറ്റിയിൽ, അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് പൂനെ യൂണിവേഴ്സിറ്റി കിട്ടി. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA പാസ്സായി. പിന്നെ വർഷങ്ങൾ പടാന്ന് എഴുതി IIM വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവർ സൈ കേട്ട് അഡ്മിഷൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ
ഇഫ് ദർ ഇസ് എന്താ പറയുന്നത്, നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ there is a way to get that. അപ്പം IIM കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു സ്വപ്നമായിരുന്നു. അത് കിട്ടുന്നതും വരെ ഞാൻ എഴുതി. അപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് IIM അലൂമിനസ് എഴുതാൻ പറ്റി. അത് ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അപ്പൊ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചതിന് ശേഷം അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ സത്യം നമ്മളില്ലാതെയായി. കാരണം പിന്നെന്തിനാ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതിനൊരു സത്യമുണ്ടെങ്കിൽ, ശരിക്കും നിന്റെ ഒരു ആഗ്രഹമാണെങ്കിൽ അതിനുവേണ്ടി പുറത്തു കലപ്പയ്ക്ക് കൈ വെച്ചതിന് ശേഷം നമ്മൾ മടക്കുന്നത് ശരിയല്ല. നമുക്ക് വേണ്ടി നമ്മളല്ലാതെ മറ്റാരിറങ്ങും? അതെ, nobody is going to replace us. അതെ. സാബു സാർ മ്യൂട്ട് ആണ്. സാബു സാർ മ്യൂട്ട് ആണ്. സാബു സാർ അവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടോ? കേൾക്കുന്നില്ല, റേഞ്ച് കുറവാണ്. ഇപ്പം കേൾക്കാം. ഓക്കെ. അപ്പം സുദീപ് സാറാണ് ഇപ്പൊ ഹോസ്റ്റ്. വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം കേട്ടോ, പറഞ്ഞിട്ട് എന്റെ ഫോൺ ചാർജ്. ഓക്കെ സർ, ഓക്കെ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ, ബിക്കോസ് ഇറ്റ്സ് എ ഡിസ്കഷൻ. ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഫോർകാസ്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. ആക്ച്വലി ഞാൻ അറിയത്തില്ല എന്നല്ല, കേട്ടിട്ടുണ്ട്, വിട്ടുപോയത്. അപ്പം ഇറ്റ് ഇസ് എ 2-way ലേണിംഗ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കും, നമുക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ല. സോ വി നീഡ് ടു, ഇപ്പൊ ഇതിനകത്ത് കിട്ടുന്ന പല ഇൻഫർമേഷൻ എനിക്ക് ചിലപ്പോൾ പുതിയതായിരിക്കാം, അത് എനിക്കും ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇറ്റ്സ് എ ഇന്ററാക്റ്റീവ് സെഷൻസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ജോർജ് സർ, ഗുഡ് നൈറ്റ്. ബാബു സർ, താങ്ക് യു. ഗുഡ് നൈറ്റ്.